കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ച് വന്ന ആ ഒരു വിഷയം ഇതിന്റെ തുടർച്ചയെന്നോണം ഇപ്പോ ഈ തവണ നമ്മൾ ചെയ്യുന്നത് ഒന്നും കൂടെ ഒരു വിശാലമായ അർത്ഥത്തിലേക്ക് നമ്മുടെ ബിൽഡിംഗ് KBR ബിൽഡിംഗ് റൂളിനെ കുറിച്ച് ഉള്ള ക്ലാസ്സുകളാണ്. ആ ഒരു വ്യത്യാസമായ കുറച്ച് ഭാഗം കൂടെ ബിൽഡിംഗ് റൂളിനെ കുറിച്ച് ഉൾപ്പെടുത്തുകയാണ്. കാരണം ബിൽഡിംഗ് റൂള് ഇപ്പോഴത്തെ ആളുകൾക്ക് വളരെ അധികം അനിവാര്യ ഘട്ടത്തിലാണ്. ഈ അനിവാര്യ ഘട്ടത്തിൽ ഇത് സത്യത്തില് ശരിക്കും ബിൽഡിംഗ് റൂൾ അറിയാത്ത കുറെ ആളുകളുമുണ്ട്. ഉദ്യോഗസ്ഥന്മാര് തന്നെ ബിൽഡിംഗ് റൂൾ അറിയാത്ത ആളുകളും ഉണ്ട്. അപ്പൊ ഈ ബിൽഡിംഗ് റൂൾ അറിയാത്ത ഉദ്യോഗസ്ഥന്മാർക്കും സാധാരണക്കാർക്കും വളരെ ചെറിയ പ്ലോട്ടുകളിൽ ഇന്നത്തെ കാലത്ത് ബിൽഡിംഗ് എടുക്കുന്ന ഈ സമയത്ത് അല്ലെങ്കിൽ വീട് ഉണ്ടാക്കുന്ന ഈ സമയത്ത് ഇത് അറിഞ്ഞിരിക്കൽ വളരെ നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം 170ഓളം ക്ലോസുകളും അതിന് സബ് ക്ലോസുകൾ അടക്കം ഒരു 250ഓളം അല്ലെങ്കിൽ 300ഓളം ക്ലോസുകൾ ഉള്ള ബിൽഡിംഗ് റൂളിന്റെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഇന്നത്തെ ക്ലാസ് ഇനിയും നല്ല ക്ലാസ്സുകളിൽ നമ്മളെ ഒരു ചർച്ചയുടെ ഒരു പ്രധാന ഭാഗം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചു വെച്ചത് എങ്ങനെയാണ് വലിയ വീടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതേപോലെ നമ്മുടെ ക്ലാസ്സിൽ മറ്റ് ഒരുപാട് പെട്ടെന്നുണ്ടാവുന്ന സാങ്കേതിക വിഷയങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച വെക്കാറും പറയാറും സംസാരിക്കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ക്ലാസ്സിന്റെ ഒന്നാമത്തെ ഒരു ഭാഗം കഴിഞ്ഞ് നമുക്ക് സംശയം എല്ലാം ഉള്ളതുപോലെ തന്നെ സംശയ നിവാരണം നമുക്കുണ്ടാകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സംശയ നിവാരണത്തിൽ എക്സാൻഡ് ചെയ്താൽ സംശയമുള്ള ആളുകൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഇതിന്റെ മറുപടി നമുക്ക് ഉണ്ടാവുന്നതാണ്. റഫീഖ KBR പുസ്തകം. അപ്പോ ഈ സംഭവം നമ്മളെ അത് ഇവിടെ പറഞ്ഞതാ. അത് എന്താ വെച്ചാല് അത് നമ്മളെ KBRന്റെ ബുക്കിലുള്ളതുപോലെ തന്നെ അതിന്റെ ആ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള ആൾക്കാണ്. അപ്പൊ അതിനൊരു എഴുതിയ ഓർഡർക്ക് അവർ ചെയ്തിട്ടുണ്ടാവും. അവരതിന്റെ ഓർഡർ ഒക്കെ അനുസരിച്ചായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ആ രൂപത്തിൽ അതിന്റെ ആ ഓർഡർ നോക്കി അതിന്റെ രൂപത്തിൽ പറയുമ്പോൾ മനസ്സിലാക്കാൻ വളരെയധികം എളുപ്പമുണ്ടാവും. അപ്പൊ മാത്രമല്ല എനിക്ക് നോട്ട് ഉണ്ടാക്കാൻ വേണ്ട, രണ്ടും കൂടെ നമ്മളതിൽ നോക്കിയത്. അപ്പൊ നമുക്കതിൽ നോട്ട് ഉണ്ടാക്കാൻ വേണ്ട. അപ്പൊ ഇത്തരം സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. അതിനാണ് എന്ത് ചെയ്ത് നമ്മൾ ഈ ബുക്ക് എടുപ്പിച്ചത്. അപ്പോ ഇതിനകത്ത് ഇതിന് ഒരേ നിർവചനങ്ങളാണ് ഉള്ളത്. എന്താണ് ഫ്ലോർ ഏരിയ, ഫ്ലോർ ഏരിയ റേഷ്യോ എന്താണ്, ഫ്രണ്ടേജ് എന്താണ്, ഫ്രണ്ട് യാർഡ് എന്താണ്, ഗാലറി എന്താണ്, യാരേജ് എന്താണ്, അങ്ങനെ ഇതിനെ ഇത്തരത്തിലൊക്കെ പറയുന്ന കുറെ ടെക്നിക്കൽ ടേംസ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ എന്താണ്, ഹെഡ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെഡ് റൂം എന്ന് പറയുന്നത് നമ്മുടെ കോണിക്കൂടില്ലേ അതിന് പറയുന്ന പേരാണ് ഹെഡ് റൂം. അപ്പൊ എന്ന് പറയുന്ന കുറെ ടെക്നിക്കൽ ടേംസുകൾ ഈ ഇത്തരം പുസ്തകങ്ങളിലും ഉണ്ടാവാം, അതുപോലെ നിങ്ങൾക്ക് വരച്ചു തരുന്ന പ്ലാനിലും ഉണ്ടാവും. അപ്പോ ഈ ഇത്തരം ഹെഡ് റൂമിനെ കുറിച്ച് നമ്മൾക്കറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അപ്പോ അതിന്റെ അളവുണ്ടാവും. അപ്പോ ഈ ഇത്തരം സാധനങ്ങൾ എന്താണ്, അതായത് ഈ ഫ്ലോർ ഏരിയ, അതായത് ഒരു ബിൽഡിംഗ് നിൽക്കുന്ന മൊത്തം ഏരിയയെ കുറിച്ച് പറയുന്ന പേരാണ് ഫ്ലോർ ഏരിയ. അത് എന്താവും സംഭവിക്കും, ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാല് മൊത്തം ഏരിയ വെച്ചാൽ ബിൽഡിംഗ് എത്ര നിലയുണ്ടോ അത്രയും നിലയുടെ ഒന്നിച്ചു വരുന്ന ഏരിയയാണ് ഫ്ലോർ ഏരിയ. പിന്നെന്താണ് ഫ്ലോർ ഏരിയ റേഷ്യോ, FAR എന്ന് പറയുന്ന സാധനം. അത് ഏറ്റവും പരമാവധി നമ്മൾക്ക് ഒരു ബിൽഡിങ്ങിന് ഉണ്ടാകാൻ പറ്റുന്നത് അല്ലെങ്കിൽ വീടിന് ഉണ്ടാകാൻ പറ്റുന്ന 60 വരെയാണ് അതിന്റെ റേഷ്യോ, 60% വരെ. അതിൽ ബിൽഡിംഗ് അതായത് സ്വന്തം മൊത്തം പ്ലോട്ടിന്റെ നിലവിലുള്ള പ്ലോട്ടിന്റെ 60% വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ ബിൽഡിംഗ് എടുക്കാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യണം, ഒഴിവാക്കിയിടണം. എങ്ങനെ, മൊത്തം ഫ്ലോർ കാൽക്കുലേഷൻ ചെയ്ത് വരുമ്പോൾ ഉള്ള ഏരിയ ആണ് ഈ പറയപ്പെട്ട 60%. അപ്പോൾ അങ്ങനെ പിന്നെ സംഭവം മെസാനിയം ഫ്ലോർ, സാധാരണ അറിയാത്ത കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മെസാനിയം ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലോറിന്
ഒരു ഫ്ലോർ തന്നെ കയറുമ്പോൾ 2 ഫ്ലോർ ഉണ്ടാവുക. ഉണ്ടാവാം, കോണി ചിലപ്പോൾ സ്റ്റെയർ ഉണ്ടാവാം, ഒരു നില വരെ സ്റ്റെയർ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ സ്റ്റെയർ ഉണ്ടാക്കി അങ്ങനെ വെക്കുന്ന ഫ്ലോറുകൾ ഉണ്ടാവും. വലിയ ഷോറൂമിലൊക്കെ കയറുമ്പോൾ കാണാം മെസനിയം ഫ്ലോർ. അതായത് നമ്മുടെ ആ ഷോപ്പിന്റെ ഉള്ളിൽ, അതായത് ആ ഒരു ഭാഗത്ത് 2 നില ഹൈറ്റിൽ റൂഫ് ഉണ്ടാവും, മറ്റേ ഭാഗത്ത് 1 നില ഹൈറ്റിലെ റൂഫ് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ മെസനിയം ഫ്ലോർ. അതേപോലെ നമ്മൾ ഈ മുകളിലേക്ക് വെക്കുന്ന പാരപ്പറ്റ് ഇല്ലേ, അതിന് ഇംഗ്ലീഷിലെ പേര് പാരപ്പറ്റ് തന്നെയാണ്, വേറെ പേരൊന്നുമില്ല. പിന്നെ നേരത്തെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് പ്ലിന്ത് ഏരിയ എത്ര. ഈ പ്ലിന്ത് ഏരിയ സംഭവം എന്താണ്? പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞാല് ബിൽഡിങ്ങിന്റെ പുറത്തോട് പുറമുള്ള ആ മൊത്തത്തിലുള്ള ഏരിയ ആണ് പ്ലിന്ത് ഏരിയ. എപ്പോഴും നേരത്തെ പറഞ്ഞ ഫ്ലോർ ഏരിയ ആണ്, മറ്റത് പ്ലിന്ത് ഏരിയ ആണ്. പ്ലിന്ത് ഏരിയ മൊത്തത്തിൽ എന്താവും? അതിന്റെ അതിൽ പ്ലിന്ത് ഏരിയക്ക് എന്താ ഉണ്ടാവില്ല? പോർച്ചിന്റെ ഏരിയ ഉണ്ടാവില്ല. അതേപോലെ നമ്മള് ഷീറ്റിട്ട് മുകളിൽ ഉണ്ടാക്കിയാൽ എന്തില്ല, ഷീറ്റിന്റെ മുകളിൽ ഉണ്ടാക്കിയാൽ അതിന്റെ അൺകവേർഡായ സ്റ്റെയർ ഉണ്ടെങ്കിൽ ആ സ്റ്റെയറിന് അൺകവേർഡായ സ്റ്റെയർ ഉണ്ടെങ്കിൽ ആ സ്റ്റെയറിന്റെ മേലിൽ എന്തിണ്ടാവില്ല, അളവിലുണ്ടാവില്ല. സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ ഈ എന്താണ് പ്ലിന്ത് ഏരിയ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥന്മാര് പോർച്ചിന്റെയും കൂടെ ഏരിയ കണക്കൂട്ടി അതിനും കൂടെ ടാക്സ് വാങ്ങും. യഥാർത്ഥത്തിൽ പോർച്ച് എന്ന ഏരിയക്ക് ടാക്സ് ഇല്ല. പോർച്ച് ഏരിയക്ക് എന്തില്ല? ടാക്സ് ഇല്ല. കാരണം അത് പ്ലിന്ത് ഏരിയ പെടൂല. ഇനി പോർച്ചിന് തന്നെ ആയിട്ട്, അതായത് ബിൽഡിങ്ങിന് കാർ പാർക്കിങ്ങിന് മാത്രം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ പോലും അതിന്റെ 25% ടാക്സ് അറക്കത്തുള്ളൂ. ഉണ്ടാക്കിയാൽ അങ്ങനെ തന്നെ അതിനായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തില്ല, ഈ പ്ലിന്ത് ഏരിയത്ത് പോർച്ച് വരില്ല. അപ്പൊ അതിനെന്താക്കണ്ട, അതിന് ടാക്സും കൊടുക്കണ്ട. അപ്പൊ അത് വളരെയധികം നോട്ട് ചെയ്യുന്ന സംഭവമാണ്. ഒരു സ്ഥലത്തും എന്തായാലും മിക്കവാറും 99% പഞ്ചായത്തുകളിലും ആ ഉദ്യോഗസ്ഥന് ആ വിഷയം അറിയണ്ടാവില്ല. അപ്പൊ പോർച്ചിന്റെ ഏരിയ കൂട്ടിയിട്ടായിരിക്കും ടാക്സ് വാങ്ങാം, ഒന്നിച്ച് ടാക്സ് വാങ്ങും. അപ്പോ ഈ 2 ടാക്സ് നമ്മൾ കൊടുക്കണം. ഒന്ന് പ്ലാൻ കൊടുക്കുമ്പോൾ ടാക്സ് കൊടുക്കണം, 2 പ്ലാൻ പാസ്സാകുമ്പോഴും ടാക്സ് വേണം. അപ്പൊ 2 ടാക്സ് ഒന്നിച്ച് നമ്മളോട് എന്തുണ്ടാവും? വലിയ സംഖ്യ. വലിയ പോർച്ചൊക്കെ ആണെങ്കിൽ വലിയ സംഖ്യ ഉണ്ടാവും. കാരണം ഡബിൾ കാർ പോർച്ചൊക്കെ നിൽക്കുന്ന സ്ഥലത്തിലുള്ള വലിയ പോർച്ചാണ് വലിയൊരു പൈസ വെറുതെ ഒരു കാര്യമില്ലാതെ ഈ ഉദ്യോഗസ്ഥന്റെ അറിവ് കൊണ്ട് നമ്മളോട് അദ്ദേഹം വാങ്ങിയെടുക്കും. പിന്നെ അതേപോലെ നമ്മൾ ഈ ബിൽഡിംഗ് പ്ലാന് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൽ വേണ്ട സാധനങ്ങളാണ് എന്തൊക്കെയായോ? അതിന്റെ കൈവശ സർട്ടിഫിക്കറ്റ്, നികുതി ഷീറ്റിന്റെ കോപ്പി, മൂന്നാമത്തത് ആധാരത്തിന്റെ കോപ്പി. ഇത്രയും 3 സാധനങ്ങൾ ഈ കൊടുക്കുന്ന പ്ലാനിന്റെ സെറ്റിന്റെ കൂടെ ഉണ്ടാവണം. അതില് എന്ത് വേണം? സൈറ്റ് പ്ലാൻ വേണം. കൊടുക്കുന്ന പ്ലാനിന്റെ കൂടെ സൈറ്റ് പ്ലാൻ വേണം, സർവീസ് പ്ലാൻ വേണം, സാധാ പ്ലാനും അതിന്റെ സെക്ഷനോട് കൂടി എലിവേഷനും. സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് നേരെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നേരെ കട്ട് ചെയ്താൽ താഴെ മുതൽ മേലെ വരെ ഫൗണ്ടേഷൻ വരെ ഡ്രോയിങ്ങിൽ കാണിക്കുന്ന ആ സാധനമാണ് സെക്ഷൻ എന്ന് പറയുന്ന സാധനം. അപ്പൊ അങ്ങനെ പിന്നെ ഇപ്പൊ അതിനകത്ത് വേണ്ടതാണ് നമ്മുടെ സെപ്റ്റി ടാങ്കിന്റെ പ്ലാന്, അതേപോലെ ലീച്ച് പിറ്റ്, മറ്റേ ഇത് എന്താണ്, മഴവെള്ള സംഭരണി. ഇത്തരം സാധനങ്ങളൊക്കെ അതിൽ വേണം. അപ്പൊ എന്റെ സ്നേഹമുള്ള സുഹൃത്തിനോട് അത് ഇത്തരം സംശയങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസിന്റെ അതായത് സംശയത്തിനുള്ള നിവാരണത്തിന് സമയം തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റൈസ് ഹാൻഡ് ചെയ്താൽ നമ്മൾ മൈക്ക് വിട്ടുതരും. അപ്പോൾ അതിന് മുമ്പ് റൈസ് ഹാൻഡ് ചെയ്ത ആളുണ്ട്, അവർക്ക് എന്ത് ചെയ്യും, അതിനുശേഷം മൈക്ക് വിടും. അപ്പോൾ മൈക്ക് വിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൈക്ക് എടുത്ത് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. എനിക്ക് ദയവ് ചെയ്ത് എന്റെ സുഹൃത്ത് എനിക്ക് ഉപയോഗം ചെയ്യരുത്. കാരണം ഞാനിത് വായിക്കാൻ നേരം എടുക്കും. മാത്രമല്ല നമ്മുടെ ഉസ്താദ്മാരൊക്കെ പറഞ്ഞത് എന്ത് വന്നാലും എന്താക്കാൻ പാടില്ല, ഈ PM-കൾക്ക് ഉത്തരം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉസ്താദ്മാർ പറഞ്ഞത് ആ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. നാളെയും അങ്ങനെ തന്നെ പോകാനാണ് നമ്മുടെ ഉദ്ദേശം. ക്ലാസ്സിൽ മാത്രമല്ല അല്ലാത്തതും ജീവിതത്തിന്റെ ഭാഗത്തും അങ്ങനെ തന്നെ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. നമ്മളെ പഠിപ്പിച്ചു വരുന്ന പോലെ തന്നെ ജീവിക്കാൻ കുറെയൊക്കെ ശ്രമിക്കുക. ബാക്കിയുള്ള വിഷയത്താന്റെ സിറാണ്, അതൊക്കെ ഓനെ തട്ടിമാറ്റി നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ അല്ലാഹു തആല നമ്മളെല്ലാവരെയും അങ്ങനെ അനുഗ്രഹിക്കട്ടെ, നമ്മൾ സഹായിക്കട്ടെ. അല്ലാതെ നമുക്ക് എന്താ അല്ലല്ല, ക്ലാസ് കഴിയുന്നത് വരെ അല്ല, അത് മുഴുവൻ അങ്ങനെയാണ്. നമുക്ക്
അത് അല്ല, ചില അത്യാവശ്യ ചോദ്യങ്ങളൊക്കെ വരുമ്പോ ചിലപ്പോ ഈ ഇങ്ങനെയുള്ള ആ താക്കീത് കൊടുക്കലും വിഷമമായി മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ DND ഇടാതെ ആളുകളൊക്കെ നല്ല അനുസരണമുള്ള ആളുകളാണ്. അപ്പൊ ചില വിഷയങ്ങള് നമ്മൾക്ക് എന്തെങ്കിലും എന്നെ പെട്ടെന്ന് ഉണർത്തേണ്ട വിഷയങ്ങളൊക്കെ ഉസ്താദ്മാർക്കാർക്കെങ്കിലും എന്നോട് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അത് BM അറിയിക്കാമല്ലോ. അപ്പൊ അത് സാധിക്കാതെ വരില്ലേ? അപ്പൊ ഏകപക്ഷീയമായി ഓഫാക്കലല്ലേ? നമ്മള് മറ്റേ ടീമുകളല്ലല്ലോ, ബൈക്ക് വലിച്ച ടീമല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയൊന്നും വേണ്ട. ആളുകളൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുന്ന ആളുകളാണ്. ഇത്രയും കാലം നമ്മുടെ ക്ലാസ്സിലൊക്കെ അതേപോലെ തന്നെയാണ് കൊണ്ടുപോയത്. അപ്പൊ ഏതായാലും ചില സാധാരണ കേസിൽ സംശയം വരുന്ന ഒരു പ്രധാന ഭാഗമാണ് 1-2 ഓണർമാർ ഒരു സ്ഥലത്തിനുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ പ്ലാൻ സബ്മിറ്റ് ചെയ്യുക? ആരുടെ പേരിലാണ് സബ്മിറ്റ് ചെയ്യുക? അതിന് ഈ ഓണർമാർ ആരൊക്കെയാണോ അത്രയും ആളുകൾ ആ പ്ലാനിന്റെ കോപ്പിക്കകത്ത് ഒപ്പിടണം. അത് ഈ നമ്മുടെ വഖഫ് ഭൂമിയാണെങ്കിലും ഇനി ഏത് തരത്തിലുള്ള ഭൂമിയാണെങ്കിലും ആ രൂപത്തിലായിരിക്കണം അതിന്റെ സംവിധാനം ഉണ്ടാവുക. ഞാൻ ഇതൊക്കെ ചുരുക്കിയാണ് പറഞ്ഞത്. ഒരു മൊത്തത്തിൽ വായിച്ചിട്ട് അർത്ഥം പറയല്ല, മറിച്ച് നമ്മൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാന്നുള്ള നിലക്കാണ് ഇത് നമ്മൾ എന്ത് ചെയ്ത ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം അത് കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോഴേ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഈ പുസ്തകത്തിൽ ഇതിന്റെയൊക്കെ പറഞ്ഞൊരു അർത്ഥം പറഞ്ഞല്ലോ. അതങ്ങനെ പറഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നിയ ഒരു കാര്യം ചെയ്യാം, ഇതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ ആളുകൾക്കൊക്കെ ഒരു അവബോധം ഉണ്ടാകട്ടെ. പുസ്തകം വാങ്ങി അദ്ദേഹം പുസ്തകമൊക്കെ വാങ്ങി കഷ്ടപ്പെട്ടിട്ട് അത് കുറെ നിർവചനങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാകുന്നില്ല സംഭവം എന്താണ്. അപ്പൊ അതങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ഇത് ഈ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് കുറച്ച് പറയുകയാണെങ്കിൽ ആളുകൾക്ക് എന്താവും, മനസ്സിലാവുമല്ലോ എന്നുള്ള ആ നിലക്കാണ് എന്ത് ചെയ്യണത്, നമ്മളെ ഇതിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. മുഴുവൻ പറയാത്തതും അതാണ്. കാരണം അത്യാവശ്യമുള്ള കുറെ കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഈ പറയുന്ന കോഴ്സിലെ എല്ലാ വിഷയങ്ങളും സാധാരണ ഒരു ബിൽഡിംഗ് എടുക്കുന്നതിന് ആവശ്യമില്ല. അതുകൊണ്ടാണ്. അതേപോലെ തന്നെ വേറൊരു നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഈ പഞ്ചായത്തിന്റെ സെക്രട്ടറിക്ക്, പ്രസിഡന്റിനല്ലട്ടാ, നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ആൾക്കല്ലേ, ഇനിയിപ്പോ അത് ജയിച്ചിക്കണ്ട. അയാൾക്കെന്തില്ല, ഇയാൾ പോയോ നോക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ. ആ പഞ്ചായത്തിന്റെ സെക്രട്ടറിക്ക് നമ്മൾ കൊടുത്ത പ്ലാനിൽ എന്തെങ്കിലും ചെറിയ ഇളവുകൾ വരുത്താന് ആ പഞ്ചായത്തിന്റെ സെക്രട്ടറിക്ക് അധികാരമുണ്ട്. അദ്ദേഹത്തിന്റെ സ്വയം ഇഷ്ടപ്രകാരം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും. അപ്പോ ഈ ചില വിഷയങ്ങളൊക്കെ ചെയ്യാതെ തന്നെ ആളുകൾ എന്ത് ചെയ്യാണ്, ആളുകളെ ശരിക്ക് നല്ലോണം ബുദ്ധിമുട്ടാക്കാൻ നിലനിൽക്ക് അതേപോലെ കട്ട് ചെയ്യിപ്പിക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ അടുത്ത എന്റെ പരിചയത്തിലുള്ള ഒരു ആള് കൊടുത്ത് പ്ലാനൊക്കെ കൊടുത്തൊക്കെ പാസ്സാക്കി കൊണ്ടുവന്നിട്ട് അദ്ദേഹം ബിൽഡിംഗ് എടുത്തു. ഈ പ്ലാൻ കൊടുത്ത് പാസ്സാക്കിയപ്പോൾ അയാൾ അക്ഷരം വേണ്ടിയില്ല. ബിൽഡിംഗ് ഒക്കെ എടുത്ത് ബിൽഡിംഗ് ഒക്കെ പൊന്തി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇത് പറ്റൂല, ഇവിടുന്ന് 1 മീറ്റർ നിങ്ങൾ ഒഴിവാക്കണം. ഹതഭാഗ്യൻ കഷ്ടപ്പെട്ട് ചെലവാക്കി 2-3 നില ഉണ്ടാക്കി അതൊക്കെ എല്ലാ പണിയും കഴിച്ചതിന് ശേഷമാണ് മറ്റൊന്ന് നമ്പർ കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ പറയുന്നത് ഇത് ഒഴിവാക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ള നിലക്കാണ് നമ്മുടെ KBRനെ കുറിച്ചുള്ള ഒരു കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇതിന് ഉൾക്കൊള്ളിക്കുന്നത്. പിന്നെ അതേപോലെ ഭൂമി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്, നമ്മൾ അതിലൂടെ ഈ പോർട്ടിൽ കൂടെ നമ്മുടെ ഹൈ വോൾട്ടേജ് ലൈന് പോയിട്ടുണ്ടോ? പിന്നെ അതൊരു എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ലൈൻ ഉണ്ട്. ഹൈ വോൾട്ടേജ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33,000 വോൾട്ട് വരെ പോകുന്ന ലൈനുകളാണ്. എക്സ്ട്രാ ഹൈ എന്ന് പറഞ്ഞാൽ 33,000 മേലേക്കുള്ളതാണ്. അങ്ങനെ ഇതിനും പിന്നെ ഉണ്ട് ലോ മീഡിയം വോൾട്ടേജ് ലൈന്. അപ്പൊ അത് 72,000 താഴത്തേക്കാണ്. അപ്പൊ ഈ സാധനമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വീടോ ബിൽഡിങ്ങോ ഉണ്ടാക്കുമ്പോൾ എടുക്കേണ്ട അകലമുണ്ട്. അപ്പൊ ഈ അകലം പാലിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ അതോറിറ്റിക്ക് നിങ്ങളുടെ വീടിനെ പൊളിച്ചു മാറ്റാൻ വരെ, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ബിൽഡിങ്ങിനെ പൊളിച്ചു മാറ്റാൻ വരെ അർഹതയുള്ളതാണ്. അപ്പോൾ അത്തരം അതിന് വെർട്ടിക്കലായിട്ട് 3.5 മീറ്ററും 3.7 മീറ്ററും മറ്റത് ഹൊറിസോണ്ടലായിട്ട് 2 മീറ്ററും വരെ അകലം ഇട്ടിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരം
ലൈനുകൾ ഉണ്ടെങ്കിൽ അതിന്റെ സൈഡിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചെറുതാണെങ്കിൽ 2.4 2.5 മീറ്ററും 1.20 സെന്റിമീറ്ററും അത്രേ വേണ്ടു. അതേപോലെ ഈ നേരത്തെ പറഞ്ഞ മെസാനിൻ ഫ്ലോർ, ഈ മെസാനിൻ ഫ്ലോർ ഉണ്ടാക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യാൻ പാടില്ല, 2.40 കൂടി ഹൈറ്റ് ഉണ്ടാകാൻ പാടില്ല. 2.40 കൂടിയ ഹൈറ്റ് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതില് കുറഞ്ഞ ഹൈറ്റ് ഉണ്ടാകാൻ പാടില്ല. 2.40 കുറവാണെങ്കിൽ എന്തെല്ലാവില്ല, അതിന് അംഗീകരിക്കൂല. വേറെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമാണ്, ഈ നമ്മുടെ ഈ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന അതിനെ എന്താക്കിയിട്ടുണ്ട്, ഒരു H വരെ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് I വരെ അങ്ങനെ തിരിച്ചിട്ടുണ്ട്. 11 കാറ്റഗറി ആയിട്ട്. ഈ 11 കാറ്റഗറിയിൽ ഗ്രൂപ്പ് 1 A1 എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ A1 എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ആണ്, സാധാരണ നമ്മൾ താമസിക്കുന്ന വീടുകൾ. പിന്നെ ഗ്രൂപ്പ് A2 സ്പെഷ്യൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ വില്ലാ പ്രൊജക്ടുകളൊക്കെ ഇല്ലേ, അത്തരം പ്രൊജക്ടുകളാണ് ആ രൂപത്തിൽ പറയുന്നത്. പിന്നെ ഗ്രൂപ്പ് B എന്ന് പറയുന്ന സംഭവം, അതിന് എഡ്യൂക്കേഷണൽ പ്രൊജക്റ്റാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് ഗ്രൂപ്പ് B. പിന്നെ ഗ്രൂപ്പ് C മെഡിക്കലും ഹോസ്പിറ്റലും. പിന്നെ ഗ്രൂപ്പ് D അസംബ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയറുകളില്ലേ, പള്ളികളൊക്കെ അതിനുപയോഗിക്കുന്നതാണ് അസംബ്ലി. ഗ്രൂപ്പ് E ഓഫീസ് ബിസിനസ്. ഗ്രൂപ്പ് F ആണ് മർക്കന്റൈൽ ആൻഡ് കൊമേഴ്ഷ്യൽ. പിന്നെ ഇൻഡസ്ട്രിയൽ. പിന്നെ അടുത്ത് G2 സ്മോൾ ഇൻഡസ്ട്രിയൽ. പിന്നെ സ്റ്റോറേജ്. പിന്നെ നെക്സ്റ്റ് ഹസാർഡ്സ്. ഇത്രയും സംഭവങ്ങൾ അതിനെ എന്തായിട്ടുണ്ട്, ഇത്രയും ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിനും എന്താവണെന്ന് ഈ നിയമങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഈ ഓരോ ഗ്രൂപ്പിനും ഓരോ തരത്തിലുള്ള നിയമങ്ങളാണ് സാധാരണ അനുവർത്തിച്ചു വരുന്നത്. കാരണം എന്താണ്, ഈ എന്താ പറയാ, നമ്മളെ സ്കൂളുകൾക്ക് വേണ്ട നിയമമല്ല വീടിന്. അപ്പൊ ആ തരത്തിലുള്ള നിയമങ്ങളുടെയൊക്കെ പല രൂപത്തിലുള്ള മാറ്റങ്ങളും ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ഈ ഗ്രൂപ്പ് എയിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുക, അതിലെ ഗ്രൂപ്പ് A2 എന്താണ് വരിക, അത് അല്ലെങ്കിൽ ഈ നമ്മുടെ ബിൽഡിംഗ് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽ എന്താണ് വരിക, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എന്താക്കാൻ പറ്റുള്ളൂ, ഇതിന്റെ ഒരു 100% രൂപത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വിശദീകരിക്കാതെ, കാരണം നമ്മുടെ ഈ ക്ലാസ്സിൽ എന്തില്ല അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയാണ് വിശദീകരിക്കാത്തത്. അങ്ങനെ വിശദീകരിക്കാതെ ജസ്റ്റ് വേണ്ട അത്യാവശ്യം നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞ് നമുക്ക് എന്താക്കാം, ഈ ഒരു ക്ലാസ്സിന് കൊണ്ടുപോകാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. അത് നന്നാവാം. കാരണം ഈ ബിൽഡിംഗ് റൂൾ തന്നെ ആകുമ്പോഴേ ആളുകൾക്ക് എന്താവില്ല, ഒരു തലയിലേക്ക് പെട്ടെന്ന് കയറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. അതുകൂടെ ഒരു കാര്യം പറയട്ടെ, ഈ ബിൽഡിംഗ് റൂളിൽ പറയുന്ന ഹൈറൈസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ മേലേക്കുള്ള ബിൽഡിങ്ങുകളാണ്. 10 മീറ്റർ താഴത്തേക്കുള്ള ബിൽഡിംഗുകൾ എന്തില്ല, ഹൈറൈസ് ബിൽഡിംഗ് എന്നുള്ള പേരിൽ അറിയപ്പെടില്ല. അപ്പൊ ആ ഒരു നിയമം വെച്ചിട്ടാണ് ഇതിന്റെ ബേസിക് നിയമം വെച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും ഇന്നത്തെ ക്ലാസിന്റെ നമ്മള് മറ്റൊരു ഭാഗം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ ഒരു സംഭവമുണ്ട്, കോൺക്രീറ്റ് എങ്ങനെ മെഷർമെന്റ് ചെയ്യാമെന്നുള്ള സംഭവം. അപ്പോൾ ഈ മെഷർ ചെയ്യാമെന്നുള്ള സംഭവത്തിൽ പറയാതെ വിട്ടുപോയ ഒരു സംഭവമാണ് ഇന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടില് കേരളത്തില് പൊതുവെ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് റൂഫുകളാണ് ഉണ്ടാകാറ്. ഈ സ്ലോപ്പ് റൂഫുകൾ അളക്കുന്ന സമയത്ത് ഒരുപാട് തെറ്റുകൾ വന്നുകൂടുന്ന അളവാണ് സ്ലോപ്പ് റൂഫുകൾ. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇതേപോലെ കേസിന്റെ അടുത്ത് വന്നതുകൊണ്ടാണ് ഇതും കൂടെ നിങ്ങളുടെ കൂടുതൽ ചർച്ചയ്ക്ക് വെക്കാണ്ടായ കാരണം. 2,70,000 രൂപയുടെ വർക്ക് ഉണ്ടായ സ്ഥാനത്ത് അതേ വർക്ക് 3,30,000 രൂപയ്ക്കാണ് വേറൊരു വ്യക്തി അളന്ന് അതിന്റെ കണക്ക് കൂട്ടിക്കൊടുത്തത്. ഈ ഉടമസ്ഥന് എന്തുകൊണ്ടോ സംശയം തോന്നുകയും ആ സംശയം നിവാരണത്തിന് വേണ്ടി നമ്മളെ സമീപിച്ചപ്പോഴാണ് ഇത്രയും വലിയൊരു മാറ്റം ശ്രദ്ധയിൽപ്പെടുന്നത്. അത് കാരണം എന്താ വെച്ചാൽ അളക്കാൻ അറിവില്ലായ്മയാണെന്നാണ് ഞാൻ പറയാം. അല്ലാതെ അദ്ദേഹം പറ്റിച്ചു നമുക്ക് പറയാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കാരണം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, അറിവില്ലായ്മ കൊണ്ടാണ് തെറ്റ് പറ്റുക. അപ്പൊ ആ തെറ്റ് എന്നുള്ള നിലക്ക് അളന്നു നോക്കുമ്പോൾ അത്രയും വലിയ ഒരു ഡിഫറൻസ് ആണ്. അപ്പൊ ഈ ഡിഫറൻസ് കുറച്ച് നമ്മൾ സാധാരണ ആളുകൾക്ക് അവബോധം ഉണ്ടാവുകയാണെങ്കിൽ, മാത്രമല്ല എന്റെ ക്ലാസ് കേൾക്കുന്ന വേറെ ആളുകൾ ഉണ്ടാവാം,
അവർക്കൊക്കെ എഞ്ചിനീയറിംഗ് ക്ലാസ്സിലൊക്കെ കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്കറിയാം. അപ്പൊ പലപ്പോഴും എൻ്റെ അടുത്ത് ഞാൻ ഇന്ന ആളാണ് എന്ന നിലയ്ക്ക് എന്നെ അവർ പേഴ്സണലായിട്ട് ഫോൺ നമ്പർ വാങ്ങി സംശയങ്ങൾ പലതും ചോദിക്കലും സംസാരിക്കലും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും ഒരു അവബോധം ഇതിനകത്ത് ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത് എന്ന് ഓർക്കുന്നു. ഏതായാലും അങ്ങനെ സ്ലോ പ്രൂഫ് അളക്കുന്ന സമയത്ത് ഈ സ്ലോ പ്രൂഫിനെ ഏത് തരമുള്ള സ്ലോപ്പ് ആണെങ്കിലും, സാധാരണ നമ്മളുണ്ടാകുക ഒരു ത്രികോണ ആകൃതിയിൽ ഉള്ള സ്ലോപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാലോ. ഒരു രണ്ട് ഭാഗം ഒരു കോടി ഒരു മൂലയൊക്കെ വന്നാണെങ്കിൽ ത്രികോണാകൃതി ആകുമ്പോൾ അതിന്റെ ഒരു ഷേപ്പ് കണ്ടാൽ ശരിക്ക് ഒരു ത്രികോണാകൃതിയാകും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് മൊത്തം ഏറ്റവും എഡ്ജ് ഭാഗത്തെ അടിഭാഗത്തെ നീളമെടുത്തിട്ട് ആ നീളത്തുനിന്ന് അതിന്റെ നേരെ ഏറ്റവും ഹൈറ്റ് കൂടിയ ടോപ്പിലേക്ക് എടുക്കുക. ഏറ്റവും അടിഭാഗത്തെ താഴെ ഭാഗത്തെ വാല്യൂ കട്ടറുള്ള വാല്യൂന്റെ ഏറ്റവും അടിഭാഗത്തെ ടോട്ടൽ ലെങ്ത് പിടിച്ചിട്ട് അവിടുന്ന് ഏറ്റവും കൂടിയ ലെങ്ത് എടുക്കുക. അപ്പൊ അങ്ങനെ എടുത്തിട്ട് അതിന്റെ ഹാഫ് ചെയ്താല് 1/2 ചെയ്താല് നീളം ഇൻറ്റു വീതി ഇൻറ്റു 1/2 അങ്ങനെ ചെയ്താൽ എന്താവും? അതിന്റെ ആ ഏരിയനെ കറക്റ്റ് ആവും. മറ്റ് സാധാരണ നമ്മുടെ നാട്ടുകളിലൊക്കെ ചെയ്തു എന്താക്കും, ഏകദേശം ഒരു പകുതി വേണ്ടിട്ട് ഇങ്ങനെ പിടിക്കും, എന്നിട്ട് അതിന്റെ നീളം പിടിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ 100% ആ കണക്ക് തെറ്റേക്കണ വരിക. ഇത് 1% പോലും മിസ്റ്റേക്ക് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞൊരു പോയിന്റ് മനസ്സിലായോ? അപ്പൊ ആ രൂപത്തിൽ എടുത്താൽ ഒന്നതിന്. രണ്ടാമത് ചിലപ്പോൾ ഇതേപോലെ ത്രികോണം രൂപത്തിൽ എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഉണ്ടാവും. സ്ക്വയറും എടുക്കാൻ പറ്റില്ല, ത്രികോണം എടുക്കാൻ പറ്റില്ല. സ്ക്വയർ പറ്റില്ല, ത്രികോണം പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം? ആ റൂഫിനെ സ്ക്വയർ ആക്കിയോ ത്രികോണാക്കിയോ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ വേറൊരു ഷേപ്പിലുള്ളതിനെ സ്ക്വയർ ആക്കിയും ത്രികോണാക്കിയും കട്ട് ചെയ്യാൻ രൂപത്തിന്റെ ഭാഗത്തിലേക്ക് അതിനെ മാറ്റി അതിന് രൂപാന്തരം വരുത്തിയിട്ട് ശേഷമേ എടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിൽ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക? ഇതിനെ 3 ഭാഗത്തിന്റെ അതായത് മട്ട ത്രികോണം എന്നുള്ള അല്ലെങ്കിൽ സാധാ ത്രികോണം എന്നുള്ള ഒഴിവാക്കിയിട്ട് ഹെക്സഗൺ കോണില്ല ആ കോണിനെ 4 ഭാഗവും അളക്കുക. 4 ഭാഗമാക്കി തിരിച്ച് അതിനെ അളന്നതിന് ശേഷം ആ അളവ് എന്ത് ചെയ്യുക? ആ അളവ് 4 ഭാഗത്തെ അളവ് വേറെ വേറെ രേഖപ്പെടുത്തുക. അതില് ഒരു ഫോർമുല ഉപയോഗിക്കാം. √(s × s - a s - b s - c s = a + b + c/2. ആ ഒരു ഫോർമുല ഉപയോഗിച്ചാല് അത്തരം വരുന്ന കോണ് കീണ് എത്ര വിഷമം പിടിച്ച സ്ഥലങ്ങളാണെങ്കിലും അതിന്റെ ഒക്കെ കാൽക്കുലേഷൻ വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഒരു പൈസ പോലും നിങ്ങൾക്ക് അളക്കുന്നവനോ അല്ലെങ്കിൽ അളന്നു കൊടുക്കുന്നവനോ വാങ്ങുന്നവനോ എവിടെയും നഷ്ടം വരില്ല. കറക്റ്റായ അളവേ അതിലുണ്ടാവുള്ളൂ. അപ്പൊ അത്രയും ഇത് ശ്രദ്ധിക്കാതിരുന്നാല് വലിയൊരു എമൗണ്ട് എന്താവാണ്? ആ നഷ്ടത്തിലേക്ക് വരികയാണ്. അപ്പൊ അതും കൂടെ ഈ ഒരു രൂപത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഓർത്തുന്നു. സംശയമുള്ള ആളുകൾക്കൊക്കെ റൈസ് ഹാൻഡ് ചെയ്യാം. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിനൊക്കെയുള്ള മറുപടിയും ഉണ്ടാകും. നമ്മൾ നിസാമുദ്ദീൻ 756 സംശയത്തിന് വേണ്ടി ആണ് റൈസ് ഹാൻഡ് ചെയ്തിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഈ പള്ളി, മദ്രസ തുടങ്ങിയ ധാർമ്മിക സ്ഥാപനങ്ങൾക്ക് നമ്മൾ പഞ്ചായത്തിൽ കെട്ടിട നികുതി അടക്കേണ്ടതുണ്ടോ എന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു. ഞാൻ മൈക്ക് റിലീസ്. അലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഒരു നല്ല ചോദ്യമാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാല് ഈ സത്യത്തില് നമ്മുടെ ഒരുപാട് പ്രവർത്തകർക്ക് അറിയാത്ത ഒരു സംഭവമാണ് ഈ ഒരു ചോദ്യം. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ പള്ളിക്ക് പ്ലാൻ കിട്ടാൻ ഭയങ്കര വിഷമാട്ടോ. അത് കളക്ടർ അടുത്ത് പോയി വാങ്ങണം, അങ്ങനെ വേണം എങ്ങനെ വേണം, പോലീസ് വന്ന് നോക്കും, അങ്ങനെയാക്കും അങ്ങനെയാക്കും. അപ്പൊ അതുകൊണ്ട് എന്താക്കാൻ പാടില്ല, പള്ളിക്ക് കൊടുക്കണ്ട, അതിന് പകരം നമുക്ക് എന്താക്കാം, ഒന്നെങ്കിൽ ലൈബ്രറിയോ അല്ലെങ്കിൽ സുന്നി സെന്ററോ ഒക്കെ ആക്കാം എന്നുള്ള നിലക്ക് പ്ലാൻ കൊടുത്ത് പാസ്സാക്കും. ഈ പ്ലാൻ കൊടുത്ത് പാസ്സാക്കിയാൽ ആണെന്ത് ചെയ്യേണ്ടി വരും? ഇതിനിങ്ങനെ കൊടുക്കേണ്ടി വരും പൈസ, അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇനി അല്ല പള്ളി ആയിട്ടാണെങ്കിൽ എന്ത് വേണ്ട, അതിന് ടാക്സ് വേണ്ട, കറണ്ട് ബില്ല് കുറവ് മതി. മറ്റേത് കറണ്ട് ബില്ല് 7 രൂപ 20 പൈസ വരും. ഇപ്പൊ കൂടി ചാർജ് എത്ര 8 അപ്പൊ എന്താ വരും? ആ പൈസ വരും. വലിയ കറണ്ട് ബില്ല് വരും. മറ്റേ സാധാരണ ഡെസ്റ്റിനേഷന് വേണ്ട സാധനങ്ങളെ എന്തുള്ളൂ, പള്ളി ആണെങ്കിൽ പള്ളി ആയിട്ടാണ് അംഗീകാരം വാങ്ങിയാൽ ഉണ്ടാവുള്ളൂ. ഇനി ഇതൊന്നും അല്ല, അങ്ങനെ അല്ലാതെയാണ് പെർമിറ്റ് വാങ്ങിയത് എന്ന് ഇരിക്കട്ടെ, പള്ളി അല്ലാതെ നമ്മൾ പെർമിറ്റ് എടുത്തു, നമ്മൾ അതിന് സുന്നി സെന്റർ ആക്കിയിട്ടോ എന്തെങ്കിലും രൂപത്തിൽ പെർമിറ്റ് എടുത്തു. അങ്ങനെ പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാം? ഒക്യുപ്പൻസി ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒക്യുപ്പൻസി ചേഞ്ച് എന്ന ഓപ്ഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒക്യുപ്പൻസി ചേഞ്ച് ആക്കി തരണം. അപ്പൊ അതിന് എന്ത് വേണ്ട? നേരത്തെ നമ്മൾ ആദ്യം കൊടുത്ത കളക്ടറുടെ ഓർഡർ വേണ്ട.
കാരണം അവിടെ 1, 2, 3 വർഷമായിട്ട് നിലനിൽക്കുന്ന ഞങ്ങൾ ബാങ്ക് വിളിക്കുന്ന പള്ളിയായിട്ട് ഉപയോഗിക്കുന്ന ഈ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പള്ളിയായിട്ട് മാറ്റി തരണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വേണ്ട, ഈ ടാക്സ് ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അത് കുറവുണ്ടാകും എന്ന് ഉണർത്തുന്നു. പിന്നെ അതായത് ഗവൺമെന്റ് അംഗീകാരമുള്ള സ്കൂളുകളാണ് എന്നുണ്ടെങ്കിൽ അതിന് ടാക്സിന് കുറവുണ്ട്. അങ്ങനെ ഗവൺമെന്റ് അംഗീകാരമുള്ള സ്കൂൾ ആക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ റൂമിന്റെ വലിപ്പം നിർബന്ധതയാണ്. 6 മീറ്റർ ഈ വീതിയും 6 മീറ്റർ നീളവും 6.20 മീറ്റർ നീളവും ഉള്ളിൽ ഉണ്ടാകുന്ന റൂമുകൾക്ക് മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, അംഗീകാരത്തിന് അപേക്ഷ കൊടുക്കാനുള്ള അർഹത ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ. അതൊന്നും KVR ബുക്കിന്റെ ഭാഗങ്ങളിൽ നമ്മൾ നേരത്തെ ക്ലാസ് വരുന്ന ഭാഗങ്ങളൊക്കെ അടുത്ത ഭാഗങ്ങളിലൊക്കെ ഇൻഷാ അള്ളാ ഉണ്ടാകും. ഏതായാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ എന്താകാൻ പറ്റുള്ളൂ, ഈ പെർമിറ്റിന്റെ ഈ പൈസ ഇല്ലാതെ നമുക്ക് ഈ ഇത്തരം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ ചിലപ്പോ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇൻഷാ അള്ളാ അതിന്റെ ക്ലോസ് നമ്പറും കൂടെ നിങ്ങൾക്ക് ഇൻഷാ അള്ളാ നമ്മള് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉണർത്തി തരാം. അപ്പൊ അത് തപ്പി നോക്കണം ഏതിനാണ്. അപ്പൊ വായിച്ച് പഠിച്ചു വെക്കാനല്ലാണ്ട് എന്താവില്ല, അതിന്റെ ക്ലോസ് നമ്പർ ആവശ്യം വരാത്തതുകൊണ്ട് ഉപയോഗിക്കാറില്ല, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പർ നോക്കുക, ഈ നിയമത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് എന്ത് വേണ്ട, ഇതൊന്നും വേണ്ട, അതിന് ഇതിനുള്ള അർഹതല്ല എന്നുള്ള അപേക്ഷ എഴുതി കൊടുത്താൽ അത് അംഗീകരിച്ചു തരാൻ അവിടുത്തെ സെക്രട്ടറിക്ക് അധികാരമുണ്ട്. അതുപോലെ ടാക്സ് ഇടാനുള്ള അധികാരം സെക്രട്ടറിക്ക് ഉള്ള പോലെ തന്നെ അത് വേണ്ട എന്ന് വെക്കാനുള്ള അധികാരവും അദ്ദേഹത്തിന് തന്നെയുണ്ട്. അദ്ദേഹം അതിനുള്ള തയ്യാറുമാവും. കാരണം അത് അറിവില്ലായ്മ കൊണ്ട് ആണ് ഓരോ ആളുകളും അധികവും 90% ആളുകളൊക്കെ അങ്ങനെ ചെയ്യണം. ചില ആൾക്ക് പിന്നെ കുശുമ്പോണ്ട്, ചില ആളുകൾ കുത്തിക്കൊല്ലുന്നതല്ലേ, വെറുതെ ഇരിക്കുമ്പോൾ കുത്തിക്കൊല്ല, നല്ല പാട്ട് വെക്കുന്ന അറിയുമ്പോൾ നല്ല പുറത്തൊക്കെ വെക്കുന്ന അറിയുമ്പോൾ ആളുകളെ ആക്രമിക്കുക, അങ്ങനെയുള്ള ആളുകളില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവാം. അതൊക്കെ സമൂഹത്തിന്റെ വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഓർത്തുന്നു. ഏതായാലും ഇത് സംശയം ചോദിക്കുന്ന ആളുകൾക്ക് ഈ വിഷയം തന്നെ വേണമെന്നില്ല കേട്ടോ, അങ്ങനെയുള്ള വാശിയൊന്നും നമുക്കില്ല. ബിൽഡിംഗ് സംബന്ധമായ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഉണർത്താവുന്നതാണ് എന്ന് ഉണർത്തുന്നു. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതിന്റെ വേറൊരു ഭാഗം കൂടെ പറയാം. നേരത്തെ പറഞ്ഞതിന്റെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ഇത്തരം ധാർമ്മിക സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ പുറകിലൊക്കെ പല ദുരുദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പിടി ആളുകൾ ഉണ്ടാവും. കാരണം ചില ആളുകൾക്ക് എന്തുണ്ടാവുന്നില്ല, അത് സഹിക്കുന്നുണ്ടാവില്ല. മാനസികമായിട്ട് അവർക്ക് അതിനോട് അവർക്ക് ചെയ്യാൻ കഴിയാതെ പോയതോ അല്ലെങ്കിൽ അവർ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് മാനസികമായിട്ട് അതിനോട് യോജിക്കാൻ കഴിയാതെ വരും. അപ്പോ ആണെന്ത് ചെയ്യുന്നത്, ഈ ഇത്തരം ചോദിക്കുകയല്ല, ബിൽഡിംഗ് സംബന്ധമായ എല്ലാ സംശയം ചോദിക്കുക. അതിന് ബിൽഡിംഗ് നല്ല വീടായാലും പ്രശ്നമൊന്നുമില്ല ഉസ്താദേ, നിങ്ങളിപ്പോ അങ്ങനെ ചോദിച്ചോ? മസാലൊക്കെയാണ് ചോദിക്കാന്ന് അല്ലേ? അത് ശരി. ഞാൻ നിങ്ങൾ അടിച്ചാണ്ടപ്പോളേ വേറെ ഒന്ന് വിചാരിച്ചു, മിസ്റ്റേക്ക് സ്പെല്ലിങ് തെറ്റിപ്പോയാണ്. അപ്പൊ ഏതായാലും അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ധാരണ വെച്ചിട്ടാണ് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പല വിധത്തിലുള്ള ഒരു ആളുകൾക്ക് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ധാരണയിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുകയാണ്. പക്ഷെ മറിച്ച് ഇത്തരം ധാർമ്മിക സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്നതിലേറെ നമ്മൾക്ക് ബ്ലോക്ക് ചെയ്യുന്നവരെ ബ്ലോക്ക് ചെയ്യാൻ കഴിയും. ബ്ലോക്ക് ചെയ്യുന്നവരെ ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. അതിനും എന്തുണ്ട്, നിയമസാധ്യത ഉണ്ട്. കാരണം നിയമസാധ്യതയുണ്ട്, ഉദ്യോഗസ്ഥന്റെ സംരക്ഷണം ഉണ്ടാവാം, ഒക്കെ കിട്ടും. അതുകൊണ്ട് ധാരണയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്താൽ അങ്ങോട്ട് നിന്നു പോവാന്ന്. ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് ആരുടെ ബ്ലോക്കിലും നിൽക്കാതെ തന്നെ അതിനെ സംരക്ഷിക്കാനുള്ള നിയമസംഹിതകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ആ ഒരു നിന്നു പോകുമെന്നുള്ള പേടിയാണ് ആളുകൾക്ക്. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവാം. അത് ഞാൻ പറഞ്ഞില്ലേ, ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് ചില ആളുകൾ ഇപ്പൊ ഒരുത്തിന് പോകാൻ തല്ലുന്നില്ലേ, അങ്ങനെ പോലെ ചെയ്യുന്ന ഓരോ സംഭവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അത് നിയമത്തിന്റെ പരീക്ഷ ഉണ്ടായിട്ടല്ല, മറിച്ച് നിയമത്തിനെ ദുരുപയോഗം ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ സമയാസമയങ്ങളിൽ ആൾ ഉണർത്തിയാൽ ഇതൊക്കെ വ്യക്തമായിട്ട് മാറ്റി കിട്ടാനുള്ള ഒരുപാട് വഴികൾ നമുക്കുണ്ടെന്ന് ഞാൻ ഈ കൂടെ ഉണർത്തുകയാണ്. ഏതായാലും അടുത്ത ആൾക്ക് വേണ്ടി മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ നമ്മൾ ബ്ലോക്കിന്റെ കഥ പറഞ്ഞപ്പോൾ ബ്ലോക്കായിട്ട് വന്നതാണ് മൂപ്പര്.
അതിനിടയ്ക്ക് ഞാൻ എന്റെ വേഗം വിട്ടേന്നറിയോ, ഒരു ചായ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ തണുക്കുന്നുണ്ട്, അത് വേഗം കുടിക്കാൻ വെച്ചിട്ടാണ് നമ്മള് മയക്കിട്ടത്. നമുക്കൊരു കഥ ചോദിക്കണ കേൾക്കുകയും ചെയ്യാം, നമ്മക്ക് നമ്മുടെ പണിയും കഴിയും. അപ്പൊ ഏതായാലും ഇത്തരം ആളുകളുടെയൊക്കെ സിറിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ കാക്കണം. എല്ലാവരും ഇത്തരം സംഭവങ്ങളൊക്കെ ആളുകളുടെ സിറിൽ നിന്ന് കാക്കാൻ മാത്രം ദുആ ചെയ്താൽ മാത്രം പോരാ, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. കാരണം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു സുഹൃത്ത് ഒരു പള്ളി ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ കുറച്ച് ദൂരെയുള്ള ആളാ. അപ്പൊ എന്നോട് ചോദിക്കണ സമയമാണ്, ഇപ്പോഴാണ് ചോദിക്കാനുള്ള സമയം. അപ്പോ ചോദിച്ചു, അല്ല ഇവിടെ ഈ പള്ളി ആരതാ ഉണ്ടാക്കണേ? അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ AP വിഭാഗത്തിന്റെ പള്ളിയാണ്. ചായക്ക് കൂട്ടാൻ എന്താണ്? ചായക്ക് കൂട്ടാൻ ബിസ്ക്കറ്റാണ് ഇവര് തന്നത്. നമ്മളെ ഓഫീസിലെ കുട്ടികൾ വാങ്ങുന്ന ചായയാണ്. പോലി നമുക്കൊരു ബിസ്ക്കറ്റ് തന്നപ്പോ അവിടെ കുടിച്ചു നോക്കാണ്. അപ്പൊ ചോദിച്ചു, ഞാൻ പറഞ്ഞപ്പോ AP വിഭാഗത്തിന്റെ പള്ളിയാണ്. അദ്ദേഹം അങ്ങനെയുള്ള ആ വിഭാഗത്തിലുള്ള ആളൊന്നല്ല, അല്ല. അപ്പോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോ അദ്ദേഹം പറയാണ്, ഈ കേൾക്കുന്ന എവിടെ ഉണ്ടാക്കുന്ന കേൾക്കുകയാണെങ്കിലും അതൊക്കെ AP വിഭാഗം ഉണ്ടാക്കുന്നുണ്ടോ? മറ്റൊരു കൂട്ടർ വെറുതെ പിത്തനൊക്കെ നടക്കുകയാണല്ലേ? വെറുതെ ഒരു പിത്തനൊക്കെ എവിടെയൊന്നും ഉണ്ടാക്കണം കേൾക്കാനും കാണാനും എവിടെയില്ല. ഞങ്ങളുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. AP വിഭാഗത്തിന് മാത്രമേ കേൾക്കാനുള്ളൂ. പിന്നെ ഞാൻ എന്താക്കി, നമുക്ക് ഒരു മരുന്ന് കിട്ടിക്കഴിഞ്ഞപ്പോ ബാക്കിയും കൂടെ നമ്മൾ പൂരിപ്പിച്ചു കൊടുത്ത് അവര് പൊളിക്കാൻ നടക്കാണ്. ബാക്കി കൂടെ നമ്മള് കറക്റ്റായിട്ട് പൂരിപ്പിച്ച്. എറണാകുളത്തുള്ള വ്യക്തിയാണ് വന്നത്. ഏതായാലും അവർക്ക് വലിയ സന്തോഷമായി. കാരണം അവര് ഈ അനഫിയിൽപ്പെട്ടാണ്, അനഫി മതവിഭാഗമായിട്ട് അവരുടെ ഇതൊക്കെ പള്ളിയൊക്കെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളടുത്ത് വന്നത്. മൂപ്പർക്ക് ഇങ്ങനെ ആ ഒരു നിഷ്പക്ഷ രൂപത്തിൽ ഇങ്ങനെ പോവാ. മൂപ്പര് ഉപ്പ ഒക്കെ വലിയ വലിയ ആളുകളായിരുന്നു. അതങ്ങനെയാണ്. അത് ചോദിക്കേണ്ട സ്ഥലം അറിയില്ല, ഇതിന് എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ല, ചോദിക്കേണ്ട സ്ഥലം അറിയില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ആകെ ഓൽക്ക് എന്താണ്, ആകെ ഓൽക്ക് 1-2 കാര്യങ്ങൾ അറിയുള്ളൂ. കത്തി എടുക്കണം, ബ്ലേഡ് എടുക്കണം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങള്, കോടാലി വേണോ, ഇതിങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഓർക്ക് ഓർമ്മയുണ്ടോ. അല്ലാത്ത ഒരു കാര്യം ഐറ്റിങ്ങൾക്ക് ഓർമ്മയില്ല. എന്തെങ്കിലും വേണ്ട മര്യാദയ്ക്ക് നിസ്കാരത്തിൽ എത്ര ഇതെന്ന് ചോദിച്ചാൽ ഐറ്റിങ്ങൾക്ക് അതറിയില്ല. ഉദൂല് എത്ര നെയ്യത്തെന്ന് വെച്ചാൽ അതും അറിയില്ല. അങ്ങനെയുള്ള അത്യാവശ്യം ഓർത്തിരിക്കേണ്ട മനുഷ്യൻ ജീവിതത്തിൽ പഠിച്ചു വെക്കേണ്ട ഒരു ചുക്കും ഐറ്റിങ്ങൾക്ക് അറിയില്ല. ഓർക്ക് മറ്റേ AP സ്റ്റാലിലെടുത്ത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഓർക്കറിയാം. എന്തൊക്കെ ഇല്ലേ അതും ഓർക്കറിയാം. അത് കംപ്ലീറ്റ് ഒരു കാണാപ്പാടം പഠിച്ച് എഴുതി പഠിച്ച് തലയിൽ വലിയ കിതാബായിട്ട് നടക്കണം. ഞാനിത് എന്തോ ആട്ടെ, ഇൻഷാ അല്ലാഹ് നമ്മൾ മയക്ക് വിട്ട് അത് ഇനി സംസാരിക്കുന്നില്ല എന്ന് ഓർത്തി മയക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? റെസ്റ്റ് അടിക്കൂ, ഇന്നലെ ക്ലിയർ ഇല്ല. ഹലോ കേൾമോ? എന്താ ഞാൻ DC ആയോ? കേൾക്കുന്നുണ്ട് സുഹൃത്തുക്കളെ? എന്താ ചെയ്യാ? ഓക്കെ ഇപ്പൊ കണ്ടു. പിന്നെ എനിക്ക് എന്റെ ശബ്ദം കേൾക്കാലോ? എനിക്കിപ്പോ ചോദിക്കാനുള്ളത്, പിന്നെ ഈ വീടിന്റെ പ്രധാന കവാടം, അതിന്റെ നേരെ മുന്നിലായിട്ട്, അതായത് വാതിൽ തുറന്നാൽ കാണുന്നത് വീട്ടിന്റെ സ്റ്റെയർ കേസ് ആണ്, കോണിയാണ്. അതിന് വല്ല കുഴപ്പമുണ്ടോ ഈ വാസ്തുശാസ്ത്ര പ്രകാരം എന്നാണ്. പിന്നെ അതോടനുബന്ധിച്ച് വേറൊന്നുകൂടി, ഈ കിടപ്പുമുറിയിൽ നമ്മള് ബെഡ് സെറ്റ് ചെയ്യേണ്ടത് തെക്ക് വടക്കായിട്ടാണോ, അതല്ല പിന്നെ മറ്റേതെങ്കിലും രൂപത്തിലാണോ? അത് ഈ പിന്നെ ഊർജ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ
ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അതായത് പിന്നെ ഈ ചോദ്യങ്ങൾക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ അതിന് എന്റെ മാന്യ സുഹൃത്തിനോട് ആദ്യമേ നമ്മൾ എന്തായില്ല, ഈ വാസ്തുശാസ്ത്രപരമായ ക്ലാസുകൾ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നമ്മുടെ ക്ലാസ് പറയാറില്ല. അതിൽ ഈ ചോദ്യങ്ങൾക്ക് രണ്ട് ഉത്തരം വേറെ വരുന്നുണ്ട്. നിങ്ങൾ ചോദ്യത്തിന് ഉത്തരമുണ്ട്, പക്ഷേ വാസ്തു സംബന്ധമായിട്ടുള്ള ഉത്തരം അല്ല. കാരണം ഇസ്ലാമിന്റെ കൽപ്പന പ്രകാരം കിബിലയ്ക്ക് മുന്നിട്ട് കിടക്കാനാണ് നമ്മളുടെ കൽപ്പന. അതിന് എവിടുന്ന് എന്ത് ഊർജം വരുന്നുണ്ടെന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു അടിസ്ഥാനവും ഇല്ല. കിബിലയ്ക്ക് മുന്നിട്ട് കിടക്കാൻ നമ്മോട് കൽപ്പിച്ചാൽ അത് ചെയ്യുക. പിന്നെ വീടിന്റെ കോണിയല്ലേ, അത് നമ്മുടെ ആവശ്യാനുസരണം വെക്കാവുന്നതാണ് എന്നാണ് അതിന്റെ വിഷയത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്. അത് വാസ്തുസംബന്ധമായ മറുപടിയല്ല എന്നുകൂടെ ഉണർത്തുന്നു. ഞാൻ മയക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാറേ, എന്റെ ചോദ്യേ, നമ്മളൊരു വീട് വെക്കുമ്പോൾ നാച്ചുറലായിട്ട് ലൈറ്റ് നമുക്ക് കിട്ടണം. അപ്പൊ അതിനുള്ള എന്തെങ്കിലും വിദ്യകളുണ്ടെങ്കിൽ സാറെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ. പുതിയതായിട്ടൊരു വീട് വെക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കും ഞാൻ. ഇപ്പൊ നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് ലൈറ്റ് അതിൻ്റെ അകത്ത് കിട്ടണം. ആർട്ടിഫിഷ്യൽ ലൈറ്റ് കുറച്ചുകൊണ്ട് നാച്ചുറൽ ലൈറ്റ് കിട്ടണം. അതിനെന്തെങ്കിലും ഒക്കെ ഒരു നല്ലൊരു മാർഗം ഉണ്ടെങ്കിൽ സാറൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാരണ വെന്റിലേഷൻ കൊണ്ട് നിങ്ങൾക്ക് വെളിച്ചം പോരാ എന്നുള്ള അഭിപ്രായമാണെങ്കിൽ സ്ലോപ്പ് റൂഫ് ആണെങ്കിൽ ഡോർമർ വിൻഡോ വെക്കാം. ഇനി അതല്ല ഫ്ലാറ്റ് റൂഫ് ആണ് എന്നുണ്ടെങ്കിൽ ആ റൂമിന്റെ സെന്റർ ഭാഗത്ത് ചെറിയ ഓട്ട കൊടുത്തിട്ട് കുറച്ച് ഹൈറ്റ് പൊന്തിച്ച് ആ ഹൈറ്റിൽ ഫുള്ള് ഗ്ലാസ് വെച്ചാൽ നിങ്ങൾക്ക് എത്ര പോണം വിളിച്ചു കിട്ടും. പറഞ്ഞ സംഭവം മനസ്സിലായോ? കള്ളന്മാർക്ക് പണി ഉണ്ടാക്കുകയല്ല, മറിച്ച് അത്തരമുള്ള സ്ഥലങ്ങളിൽ അവിടെ ഗ്രിൽസ് വെച്ചാൽ മാത്രം മതിയാവും. കള്ളം കയറുന്നുണ്ടെങ്കിൽ എവിടെയും കയറും. നേരത്തെ കഴിഞ്ഞ മുസ്താദ് പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സംഭവം ഷട്ടറും കംപ്ലീറ്റ് ഫുൾ ഷട്ടറൊക്കെ താത്തി സംഗതി ജഗബോഗില പോവുക. വിദേശത്തേക്ക് പോയാൽ കംപ്ലീറ്റ് ഗ്ലാസ് ഇട്ട് ഓപ്പൺ ആക്കിയിട്ടേക്കാണ്. അപ്പൊ അത് കള്ളന്മാർക്ക് തോന്നലെടുത്ത പറഞ്ഞല്ലോ, അവർ കൊണ്ടുപോകുന്നില്ല. അവിടെ കള്ളന്മാരില്ല, ഇഷ്ടം പോലെ കള്ളന്മാരുണ്ട്. കള്ളന്മാർക്ക് ഒരു കുറവുണ്ടായിട്ടില്ല. പക്ഷെ അതൊക്കെ നമ്മുടെ മനസ്സിലാണ് ധൈര്യം വേണ്ടത്. കുറെയൊക്കെ എന്തോ ആട്ടെ. ഏതായാലും ഇത്തരത്തില് റൂഫില് ഹൈറ്റ് കൊടുത്തിട്ട് ആ ഹൈറ്റില് വിൻഡോ 4 ഭാഗത്ത് നമുക്ക് വിൻഡോ കൊടുക്കാം. ആ വിൻഡോ കൊടുത്താല് ഈ ഇത്തരം പ്രശ്നങ്ങൾ ചെറിയ ചെലവില് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും, രസമുണ്ടാവും. റൂഫിന്റെ സെന്റർ ഭാഗത്ത് കുറച്ച് ഭാഗം പൊതിച്ചിട്ട് 4 ഭാഗത്തും ഗ്ലാസും കൊടുത്ത് ആ ചെറിയ ഡിസൈൻ വർക്ക് ചെയ്താൽ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള തോലും വെളിച്ചുണ്ടാവും. പിന്നെ തീരെ വെളിച്ചമില്ലാതെ നമുക്കിത് ഉണ്ടാക്കാനും കഴിയൂല. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരാള് PM ചോദിക്കാണ്, നിനക്ക് ഈമാൻകാരി എത്രയാണ്? അപ്പൊ അയാളെ ധാരണ എനിക്ക് വേറെ ഈമാൻകാരിയും ഓനക്ക് വേറെ ഈമാൻകാരിയും ബാക്കിയുള്ള നിങ്ങളെ ക്ലാസ് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ വേറെ ഈമാൻകാരി ഉണ്ടെന്നാണ്. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞ ആളുകൾക്ക് ചോദ്യം ചോദിക്കാനും അറിയൂല. അല്ലേ ചോദിച്ചൂടെ, എനിക്ക് വേണമെന്ന് വേണ്ട, ഈമാൻകാരി എത്ര ചോദിക്കേണ്ട ചോദ്യം കറക്റ്റാണ്. എനിക്ക് ഈമാൻകാരി എത്ര ചോദിച്ചാല് ഇതാ ഞാൻ പറഞ്ഞത്, ചോദ്യം ചോദിക്കാൻ പറയും ഈറ്റിങ്ങൾക്ക് അറിയില്ല. ചോദിക്കേണ്ട എവിടെയാന്ന് അറിയില്ല, എങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞൂടാ. ഇതൊക്കെ ശരിക്കും പഠിക്കുന്ന മോണങ്ങള്. ഇതൊക്കെ പഠിച്ചിട്ട് നല്ല സക്കാഫി കുട്ടികളെ മാതിരി ചോദിക്കേണ്ട എവിടെ, എങ്ങനെ ചോദിക്കണം, എങ്ങനെ പൊട്ടിക്കണം എന്നൊക്കെ നല്ലോണം അങ്ങനെ പഠിച്ചിട്ട് ഇങ്ങോട്ട് വാ ചോദിക്ക്. അപ്പോഴാണ് ഇതിന്റെ മുശരികൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങളിത് ഇങ്ങനെ ചോദിച്ചിരുന്ന കാര്യം ചോദിക്കേണ്ടത് ചോദിക്കണ്ടേ. എന്തോ ആട്ടെ, ഞാൻ മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാറേ, എന്റെ ചോദ്യമേ, പർഗോളയെ കുറിച്ചും കോർട്ട്യാർഡിനെ കുറിച്ചും ഒന്ന് നല്ലതായിട്ടൊന്ന് വിശദീകരിക്കാവോ?
ഓക്കെ സാർ, ഞാൻ മൈക്ക് വിടുവാണ് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പർഗോളയെ സംബന്ധിച്ച് അത് ഉണ്ടാക്കേണ്ടത് അതിന്റെ ആ രൂപത്തിൽ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് അല്ലാഹു മാഷാ അല്ലാഹ് ഒറ്റ സെക്കൻഡ് കേട്ടോ, മൈക്ക് വിടുന്നില്ല. ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ക്ലാസ് എടുക്കാതാ. എത്ര പോണ്? ആയിക്കോട്ടെ, ഓക്കെ. അപ്പോ ഈ നിർമ്മാണം പർഗോള നിർമ്മിക്കണത് പർഗോള ചോദ്യം എന്ന് വെച്ചാൽ പർഗോളയും കുറിച്ചും ഈ കോർട്ട്യാർഡിനെ കുറിച്ച് വിശദീകരിക്കാനാണ്. അപ്പൊ അതിലുണ്ടായിരുന്ന ന്യൂനതയെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചാണ് നമ്മുടെ ചോദ്യം. അതന്നെ, എന്താണ് പർഗോള? പർഗോള എന്താന്ന് പറഞ്ഞോ ചോദ്യകർത്താവ്? വേണോ? പർഗോള എന്താന്ന് പറയണ്ടല്ലോ. ഓക്കെ. അപ്പോ ഈ പർഗോളയെ സംബന്ധിച്ച് നമ്മൾ ഒരു ഇക്കണോമിക്കലായിട്ട് പർഗോള ഉണ്ടാക്കുകയാണെങ്കിൽ ആ പർഗോള ശരിക്ക് നമുക്ക് സ്റ്റീൽ സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിട്ട്, സ്ക്വയർ ആറാട് സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ലാഭമാണ്. കാണാനുള്ള അതേ ഭംഗികളൊക്കെ അതേ രൂപത്തിൽ തന്നെ ആയിരിക്കും. പിന്നെ വലിയ തിക്നെസ്സിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് ഒഴിച്ചാല് ബാക്കിയൊക്കെ കറക്റ്റാണ്. അപ്പൊ വേറൊരു കാര്യം, അറിയാത്തവർ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പർഗോള എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ നിർവഹിച്ചു കൊടുക്കുക? നിർവഹിച്ചു കൊടുക്കാൻ വിഷമം തന്നെയാണ്. നിർവചനം ഉണ്ടാക്കാൻ ചില ഒരു ബീം വെച്ചിട്ട് ബീമിന്റെ മുകളിൽ അടുപ്പിച്ച് ബീം വെച്ച് ബീമിന് റൂഫില്ലാതെ നിർത്തുകയാണ്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. കുറച്ച് വെയിലിന്റെ ഒരു കുറവുണ്ടാവും. അപ്പൊ അതിന് ഗ്ലാസ് ഇടാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുല്ലുകളൊക്കെ നോക്കാം. ആ രൂപത്തിലൊക്കെ ചെയ്തിട്ട് പ്രത്യേക ഭംഗിക്ക് വേണ്ടി ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ഓപ്പൺ ടെറസിന്റെ മുകളിൽ ചെയ്യുന്ന ഒരു ഭംഗി പണിയാണ് ശരിക്കും പർഗോള. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ നിർവചിക്കാം. അല്ലാതെ ഇതിനിപ്പോ ഒരു എന്താ പറയാ, ഒരു മറ്റുള്ളൊരു നിർവചനം പോലെ നിർവചിക്കാൻ പറ്റുന്ന സാധനം അല്ല ആ സംഭവം. ഏതായാലും ആ ഒരു സാധനത്തിന് ശരിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീലിന്റെ പൈപ്പ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് കുറയും. രണ്ടാമത്തത് നമ്മൾ ചെയ്ത് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് വെച്ച് ചെയ്യുമ്പോൾ ശരിക്കും വുഡ് കൊണ്ട് ചെയ്യുന്നതിൽ ഏറെ ചെലവാണ് കോൺക്രീറ്റ് ആണെങ്കിൽ. കാരണം അതിന്റെ പലകയടിച്ച് ബീം കമ്പി കെട്ടി അതുപോലെ തേച്ച് അതിന്റെ ഹൈറ്റൊക്കെ ഒപ്പിച്ച് തേക്കണ വലിയ പണി വരും. ചിലപ്പോ ഒരു സ്ഥലത്ത് നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി, അതേപോലെ പറ്റി നല്ല വലിയ പൈസ അതിന് ചെലവ് വന്നു. ചെറിയ മിസ്റ്റേക്ക് വന്നാൽ അതിന്റെ നിർമ്മാണത്തിൽ വരുന്ന ചെറിയ മിസ്റ്റേക്കുകൾ ഒരുപാട് ചെലവിലാണ് അവസാനിക്കുക. അപ്പൊ അതുകൊണ്ട് കോൺക്രീറ്റിനേക്കാളൊക്കെ ആദായം, പക്ഷെ അതിനൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിനൊരു ഭംഗിയുണ്ട്. കാരണം ആ വലിയ ബീമും വലിയ വണ്ണമൊക്കെ വരുമ്പോൾ അതിൻ്റെതായ ഭംഗി തന്നെയുണ്ട്. പക്ഷെ ആ ഭംഗി നിലനിർത്തിക്കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇത് ഈ പൈപ്പ് കൊണ്ട് സ്ക്വയർ റാഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതേപോലെ സ്റ്റീല് ഉപയോഗിച്ച് ചെയ്യാം, ഫുൾ സ്റ്റീല്. ഇതിനകത്ത് പറഞ്ഞ ജി ആണ്, ഗാൽവനൈസ്ഡ് അയണാണ്. അതിന് വേറെ സാധാ ഫുൾ സ്റ്റീൽ ഉപയോഗിച്ചിട്ട് സ്റ്റീല് സ്ക്വയറും അല്ലാതെ റൗണ്ടും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ ഡിസൈനറുടെ കഴിവാണ് അതിൽ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ അതിലൊക്കെ കോൺക്രീറ്റ് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് ലാഭമുണ്ട്. കാരണം കോൺക്രീറ്റ് ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ട, പിന്നീടൊക്കെ അത് പെയിന്റ് അടിച്ച് അതിനെ നന്നാക്കണമൊക്കെ ചെയ്യണം. സ്റ്റീലിനാണ് എന്ത് ചെയ്യേണ്ട, അതൊന്നും വേണ്ട, ശരി കഴുകിയ തന്നെ മതിയാവും. അതിന് 3.4 ടച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഉപയോഗിക്കുന്നത്. കാരണം മഴയും വെയിലും കൊള്ളുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം, സ്റ്റീലിന്റെ അതിന്റെ അടങ്ങിയ സ്റ്റീലിന്റെ ഇത് കൂട്ടണം. അപ്പൊ 3.4 ഉപയോഗിക്കണം, 2.2 ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അത് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇതൊന്നുമില്ലാതെ നല്ല വൃത്തിയിൽ കാലങ്ങളായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ കാണാനുള്ള ഭംഗിയുണ്ടാവും, വിഷയങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തത് പിന്നെ വുഡ്. ഞാനത്തെ പറഞ്ഞൊരു വുഡ് ആണ് എന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് കുറച്ച് അധികരിക്കും. പക്ഷെ എന്നിരുന്നാലും അതിന് വേറൊരു ഭംഗിയും സൗകര്യവുമാണ്. അപ്പൊ അതിന് ഉപയോഗിക്കുമ്പോൾ പരമാവധി നമ്മൾ എക്സ്പ്ലോസീവ് ആയാല്, അതായത് വിണ്ട് കയറാത്ത വുഡുകൾ തന്നെ ഉപയോഗിക്കണം. ഇനി അതല്ലെങ്കിൽ ലോക്കൽ വുഡ് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ മഴയും വെയിലും കൊള്ളുന്ന രൂപത്തിലാണ് നമ്മൾ ഇത് സൂക്ഷിക്കുന്നത് എന്നുകൊണ്ട് തന്നെ നല്ല മരങ്ങളെ അതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് പെയിന്റിങ് ഒക്കെ വേണം. ആ വർഷങ്ങളായിട്ട് വർഷങ്ങളിൽ പെയിന്റിങ് വേണം. മറ്റേ വീടിനൊക്കെ നമ്മളൊരു വുഡ് ഉണ്ടാക്കിച്ചാൽ എന്നല്ല, അതിന് വർഷങ്ങളിൽ പെയിന്റ് വേണം. 3, 4, 5 വർഷം കൂടുമ്പോൾ പെയിന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പോളിഷ് ചെയ്താൽ മതി. ഇത് ഫുൾ ടൈം വെയിലും മഴയും കൊള്ളു നിൽക്കുന്ന സംഭവം ആകുമ്പോൾ അതിന് പോളിഷ് ഒക്കെ ചിലവ് എക്സ്പെൻസീവ് ആണ്. അപ്പൊ
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വുഡിലും ഒക്കെ നല്ലത് രണ്ട് സാധനങ്ങളാണ്. ഏറ്റവും ചോയ്സ് സാമ്പത്തിക ചോയ്സും അല്ലാതെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താനും. പിന്നെ അതിന് നമുക്ക് അടിയിലേക്ക് മഴ വളരേണ്ട എന്തിനെങ്കിലും നമുക്ക് ഗ്ലാസ് ഇടാം. അതേപോലെ ഗ്ലാസ് ആണ് ഏറ്റവും കൂടുതൽ ഉത്തമം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഷീറ്റ് ഇടാം. പിന്നെ ഇതേപോലെ തന്നെ വേറെ സാധനം ചെയ്യാം. ഏത് ഷീറ്റ് എന്നറിയോ? ഇതിന്റെ പേര് ജസ്റ്റ് ഞാൻ മറന്നുപോയി, ഒട്ടും ഓർക്കണില്ല, അത് കുഴപ്പം പറഞ്ഞുതരാം. അതിടാം. ആ ഗ്ലാസ് പോലെ തന്നെ നിൽക്കുന്ന സാധനം അത് ഉപയോഗപ്പെടുത്താം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് പോളികാർബൺ ഷീറ്റ് ഉപയോഗപ്പെടുത്താം. പോളികാർബൺ ഷീറ്റ്, ഈ പോളികാർബൺ ഷീറ്റിന്റെ പെർഗോളയ്ക്ക് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പെർഗോള രൂപത്തിൽ തന്നെ അതിന്റെ സ്ട്രക്ചർ ചെയ്തിട്ട് അതിനുശേഷം അതിന് മുകളിൽ പോളികാർബൺ ഷീറ്റ് ഇടുക. ഈ പോളികാർബൺ ഷീറ്റ് ഇട്ടാലും എന്താക്കാം? നമ്മൾക്ക് ഇതേ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ നേരത്തെ രണ്ടാമത്തെ ചോദ്യത്തിലുള്ള സംഭവം വെച്ച് കഴിഞ്ഞാല് എന്താണ് കോട്ടിയാട് എന്നല്ലേ? അല്ലെ, കോട്ടിയാടാണ് ചോദ്യം അല്ലെ? കോട്ടിയാടല്ലേ ചോദിച്ചത്? കോട്ടിയാട്. കോട്ടിയാട് എന്ന് സാധാരണ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ അതിന് അർത്ഥം വെക്കുന്നത് റൂഫിൽ നിന്ന് നേരിട്ട് വെളിച്ചമോ വെളിച്ചവും മഴയും വെള്ളവും വരുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു നിർമ്മാണ രീതി എന്നുള്ളതാണ് ശരിക്ക് നമ്മുടെ കേരളത്തിലൊക്കെ ആളുകൾ കോട്ടിയാട് നിലക്ക് അതിന് അർത്ഥം വെക്കുന്നത്. അപ്പോ ആ അർത്ഥം ACB വർക്ക് എന്നാൽ എന്ത് ആയിക്കോട്ടെ. അത് ഇൻഷാല്ലാ ആള് നിങ്ങൾ താഴത്തുണ്ടല്ലോ, നിങ്ങൾ കൈവന്നിച്ചോളി, പറയാലോ. റേഡിയോക്കാർക്കൊക്കെ കേൾക്കുന്ന റേഡിയോ ശ്രോതാക്കൾക്കൊക്കെ നല്ല ഒരു സുഖം ഉണ്ടാവും അത് കേൾക്കുമ്പോൾ, നിങ്ങളുടെ ചോദ്യം നമ്മുടെ ആൻസറൊക്കെ കേൾക്കുമ്പോൾ. അപ്പൊ നിങ്ങൾക്കൊന്ന് മയക്കെടുത്ത് പഠിക്കുകയും ചെയ്യാം. അപ്പൊ ഈ ഒരു സാധനം അങ്ങനെയാണ് അതിന്റെ നിർവചനം എന്നുണ്ടെങ്കിൽ ഈ സാധനം നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ പ്ലോട്ടുകളിൽ ഇത്തരം കോട്ടിയാടിന് ആവശ്യം തന്നെ ഇല്ല. കാരണം ശ്രദ്ധിച്ച് പ്ലാൻ ഉണ്ടാക്കിയാൽ ആ വീടിന്റെ എല്ലാ ഭാഗത്തേക്കും വെളിച്ചവും കാറ്റും എത്തുന്ന രൂപത്തിലാണ് അതിന്റെ ഒക്കെ നിർമ്മാണം ഉള്ളത്. കാരണം അതിനുള്ള സ്ഥലമേ ഉള്ളൂ. ഇനി അതല്ല, ഒരു ഭംഗിക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം കോട്ടയാടുകൾ ഒരു ശുദ്ധ അബദ്ധം തന്നെയാണ്. കാരണം സ്ഥിരമായി നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പറയാനുണ്ടായ കാരണം. അപ്പൊ ഈ മഴയും അതുമായിട്ട് ബന്ധപ്പെട്ട വെള്ളവും മറ്റു വിഷയങ്ങളും ഒരുപാട് പൈസ മുടക്കി നമ്മൾ ഇത്തരമൊരു സംഭവം നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ വെള്ളം കൊണ്ടുപോകാൻ സ്ഥലം വേണം, അതിൽ വെള്ളം വരുന്നത് തടയാൻ സ്ഥലം വേണം, ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടി മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമേ അത് നല്ല രൂപത്തിൽ അതിനെ പരിപാലിച്ച് കൊണ്ടു നടക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതൊരു വലിയ പ്രശ്നവും വിഷയവും തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ആ സാധനം അനുയോജ്യം അല്ല. നേരത്തെ പറയപ്പെട്ട ഈ സാധനവും അനുയോജ്യം അല്ല. അതേപോലെയാണ് നമ്മൾ ഇവിടെ പറയുന്ന കണ്ടംപറി എന്ന് പറയുന്ന ഡിസൈൻ. കണ്ടംപറി എന്ന് പറഞ്ഞാൽ കണ്ടായിട്ട് ഇങ്ങനെ പറിച്ചു വെച്ച സാധനം, അതാണ് കണ്ടംപറി. അതൊക്കെ ഒരു സംഭവം അങ്ങനെയാണ്. അതൊക്കെ ആളുകൾ ഇതാക്കാണ്. അതൊക്കെ ഓരോരുത്തരും ഓരോ പേരും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു അടച്ചാക്ഷേപിക്കല്ല, മറിച്ച് സത്യത്തിന്റെ ഇതിന്റെ യഥാർത്ഥം മനസ്സിലാക്കിയല്ല ആളുകൾ ഡിസൈനർമാർ ഡിസൈൻ ഇടുന്നതും അത് ചെയ്യിപ്പിക്കണതും. എന്നാൽ ഇതൊക്കെ ചെയ്യാം, കുറച്ച് കണ്ടംപറിയൊക്കെ ആക്കാം. പക്ഷെ അതിനൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന ഡിസൈനിങ്ങിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് ഉണർത്തുന്നു. ഏതായാലും ഞാൻ മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ ശരിക്കും. എന്റെ ചോദ്യം, ഈ കാണം ഭൂമി ഉണ്ടല്ലോ, കാണം ഭൂമിയിലെ വീട് എടുക്കുന്നതിന് വല്ല പ്രയാസവും ഉണ്ടോ? ഇനി അത് കാണം ഭൂമി പെട്ടെന്ന് ജന്മം തീരം ആക്കി കിട്ടാൻ എന്താണ് മാർഗം എന്ന് കൂടി അറിയിച്ചത് വളരെ ഉപകാരമായിരുന്നു. സർവീസ് ചെയ്യുന്നു. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒറ്റ സെക്കൻഡ്, ഒരു ഗൾഫ് നമ്പർ കാരണമാണ് വിളിക്കുന്നത്. ഒന്ന് ജസ്റ്റ് എന്താ ചോദിച്ചോട്ടെ, പിന്നെ വിളിക്കാൻ പറയുകയും ചെയ്യാം. ഒറ്റ സെക്കൻഡ്. ഹലോ ഹലോ ഹലോ. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഞാനേ ആയിക്കോട്ടെ, നമ്പർ ആരാന്ന് അറിയാണ്ട് എടുത്താ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മിസ് കോൾ അങ്ങോട്ട്.
അല്ലേ ഞങ്ങൾ വിളിക്കാം കേട്ടോ. ആയിക്കോട്ടെ. ഹലോ. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ അത് ആളറിയാത്തതുകൊണ്ട് ചാടിയെടുത്തതാ. കാരണം ഗൾഫുകാരെ സംബന്ധിച്ച് നമ്മൾ എടുക്കാൻ കഴിയും പെട്ടെന്ന്. ഈറ്റിങ്ങൾ പാവങ്ങള് ആകെ നോക്കിയെടുക്കണം. 2-3 ദിവസമായി വരുന്നത്. അപ്പൊ ഞാൻ കട്ട് ചെയ്താൽ 3ാമത് അടിച്ചിട്ട് പിന്നെ നമ്മള് ഏതായാലും ഈ കാണം ഭൂമിയില് മാറ്റി എടുത്തിട്ട് നിങ്ങൾക്ക് വീടുണ്ടാക്കുമായിരിക്കും ഉത്തമം. ഇനി അതല്ല, അതിൽ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ നമുക്കെന്ത് പറ്റാനില്ല. ഇത് മൈക്കില് പബ്ലിക്കിൽ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. ചെയ്യാൻ സാധിക്കും. അതിന് കുറച്ച് ധൈര്യവും ട്രിക്കും ഒക്കെയാണ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് അതിനനുസരിച്ചുള്ള മറുപടി പിന്നീട് നമ്മൾക്ക് കൊടുക്കാവുന്നതാണ് എന്ന് ഉണർത്തി ഞാൻ മൈക്കോടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് നമ്മുടെ എഞ്ചിനീയർ സാറ് നമുക്കൊക്കെ ആവശ്യമായ പല വിഷയങ്ങളും സംശയ നിവാരണത്തോടെ പറഞ്ഞു തരികയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ജോലിയിലും കുടുംബത്തിലൊക്കെ ഏറെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. കൂട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, സാധാരണ നമ്മളൊക്കെ കണ്ടുവരുന്ന ഒരു വിഷയമാണ്. എന്തറിയോ, ഈ ടെറസിന്റെ വീടാവുമ്പോ ഒരു 5 അതല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അതിൽ ചോർച്ച കാണുന്നു. സാധാരണ ചോർച്ചയില്ലാതെ 2-3 കൊല്ലമൊക്കെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിനുശേഷം ചുമരിന്റെ മുകളിൽ പെയിന്റ് അടിച്ചതൊക്കെ ഇങ്ങനെ വികൃതമാവുന്ന രൂപത്തിൽ വെള്ളം ഇറങ്ങുക, അല്ലാത്ത സ്ഥലങ്ങളിൽ വെള്ളം ഊറ്റുക, ഇങ്ങനെ സംഭവവികാസം മാർഗം എന്താണ് എന്ന് പറയുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോർച്ച വരുന്നത്? അതിന് വേറെ വല്ല മാർഗമുണ്ടോ? പഴയകാല വീടുകളാണെങ്കിൽ പറയും വേണ്ട, ഭയങ്കര ചോർച്ച. ചിലപ്പോ മഴയത്ത് മുറ്റത്തിറങ്ങിയിരുന്ന മതി ചില വീടുകളിലൊക്കെ പോയാല്. മനസ്സിലായില്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്കോ സാറ് നല്ലൊരു മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ നമ്മളെ ബാക്കി ഉസ്താദിന്റെ വീട് ഇപ്പം തന്നെ ചോർന്നു തുടങ്ങിയോ ഉസ്താദെ? ഇത് കേട്ടപ്പോ ഞമ്മക്കൊരു വിഷമം. നിങ്ങളെ ചോദ്യം കേട്ടപ്പോഴേ ഞമ്മക്കൊരു ഭയങ്കര വിഷമം. ഇല്ല, അപ്പൊ ഇല്ല ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇത്തരം ലീക്ക് ഉണ്ടാകാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന്, പ്രധാനമായും കോൺക്രീറ്റിന്റെ കനം ഏകദേശം ഒരു 4 ഇഞ്ചിൽ കുറയാൻ പാടില്ല. 2, കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വീടിന് ആവശ്യമായ കവറിങ് കമ്പനിക്ക് ഉണ്ടാകണം. 3, കോൺക്രീറ്റിനകത്ത്, മിറ്റിലിനകത്ത്, മണലിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ, അതായത് ഈ കമ്പ്, കോരി സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. 4, സിമെന്റിന് നല്ല സ്ട്രെങ്ത് ഉള്ള പുതിയ സിമെന്റ് ഉണ്ടാവണം. 5, കോൺക്രീറ്റ് നനയ്ക്കുന്നത് ക്യൂറിംഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ആ സാധനം നല്ല ആവശ്യത്തിന് ഉണ്ടാവണം. അതായത് ഫുൾ ടൈം വെള്ളം നിർത്തി ഒരു 25 ദിവസമെങ്കിലും വെള്ളം നിർത്തണം. വെള്ളം നിർത്തണം എന്ന കാരണം കൊണ്ട് തട്ട് പൊളിച്ചു കൊണ്ടുപോകുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. തട്ട് പൊളിച്ച് നമുക്ക് കൊണ്ടുപോകാം, മറിച്ച് വെള്ളം നിർത്തണം എന്നുള്ളതാണ്. പക്ഷെ വെള്ളം ഒഴിവാക്കിയിട്ട് തട്ട് പൊളിക്കുന്ന കുറെ ബിരുദന്മാരുണ്ട്. ആ ബിരുദന്മാരോട് അത്തരം ബിരുദം നമുക്ക് വേണ്ട എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരു നിലക്കും കോൺക്രീറ്റിൽ വെള്ളം നിൽക്കുന്നത് കൊണ്ട്, കോൺക്രീറ്റിന്റെ മേലെ വെള്ളം നിൽക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കൂല? ഈ കോൺക്രീറ്റിന് തട്ട് പൊളിക്കുമ്പോൾ താഴത്തേക്ക് വരില്ല. അദ്ദേഹത്തിന് പേടിയായിട്ടാണ്, വാർപ്പുകാരന് കരാറെടുത്ത ആൾക്ക് പേടി വന്നുകൊണ്ടാണ് അങ്ങനെയാണല്ലോ
എത്ര പൈസ മുടക്കി വാർത്തൊക്കെ പോയി കുത്തു കളിച്ചപ്പോ താഴ്ച തട്ടും പിടിഞ്ഞു പോയി പറഞ്ഞാൽ ഓനെ നാട്ടിൽ വെച്ചെടുക്കുവോ? കാരണം കടവും വിലയും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി വന്നും ജനങ്ങൾ വെച്ചു നോക്കൂല. അപ്പൊ ആ പേടിച്ചിട്ട് പാവത്താൻ എന്താക്കണേ, വെള്ളം ഒഴിവാക്കണം. അതിന്റെ ആവശ്യമില്ല. ആ കോൺക്രീറ്റിന് സ്ലാബിനും ആവശ്യമായ ഉറപ്പ് ഏകദേശം 8 ദിവസം കൊണ്ട് 10 അടി വരെ സ്ലാബിന് അല്ലെങ്കിൽ 12 അടി വരെ സ്ലാബിന് ഉള്ളുള്ളതാണെങ്കിൽ, അതായത് ബീമിന്റെ ഇൻസൈഡ് ആണെങ്കിൽ ആ സ്ലാബുകളൊക്കെ പൊളിച്ചു പോവാം. 8 ദിവസം കൊണ്ട് പൊളിക്കാം. അതൊന്നും ഉറപ്പിനൊരു കുറവും ഉണ്ടാകില്ല. അതും എഞ്ചിനീയറിംഗ് സിസ്റ്റമാണ്. എക്സ്പീരിയൻസ് സിസ്റ്റം മാത്രം അതിന് ഏറിയാണ്. 3 ദിവസം കൊണ്ടൊക്കെ പൊളിച്ച ബിരുദന്മാരൊക്കെ എനിക്കറിയാം. അറിയാതെ അതൊന്ന് കുത്തുകെട്ടിയാണ്. അപ്പോ എന്നിട്ടെന്തില്ല, അതിനൊന്നൊരു പ്രശ്നവും ഇല്ല. ഏതായാലും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ കാരണം പിന്നെ 5 പറഞ്ഞില്ലേ, ഈ 5 സിമെന്റിന്റെ സ്ട്രെങ്ത് നോക്കണ സിസ്റ്റം ഉണ്ട്. അത് നമ്മള് വശമായിരിക്കണം. അപ്പൊ വലിയൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ എന്താക്കാണ് ചുരുക്കി പറയാണ്. ആ ചോദ്യത്തിന്റെ നമ്മൾ പലപ്പോഴും ഞാൻ നമ്മുടെ ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് ഏറെ വിശദീകരിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണത്, ഇതിനെ ആൻസർ ചുരുക്കി പറയണത് എന്ന് ഉണർത്തുന്നു. അതേപോലെ കവറിങ് പറഞ്ഞു. മിറ്റിലിന്റെ സൈസ് ശരിയാകുക. മിറ്റിൽ എന്താക്കാൻ പാടില്ല. സാധാരണ ക്രഷറുകളിലൊക്കെ വലിയ സൈസ് മിറ്റിൽ വരും. ആ വലിയ സൈസ് വന്നാലും ഇനി വളരെ ചെറിയ സൈസ് വന്നാലും കോൺക്രീറ്റ് ലീക്ക് ഉണ്ടാവും എന്ന് ഓർക്കുന്നു. ഒരു സെക്കൻഡ് ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. ആയിക്കോട്ടെ. അപ്പോ അങ്ങനെ മിറ്റിലിന്റെ സൈസ് വന്നാൽ വ്യത്യാസം ഉണ്ടാവും, ലീക്ക് ഉണ്ടാവും. അതേപോലെ ഉപയോഗിക്കുന്ന മണല്, അത് എം സാൻഡ് ആണെങ്കിലും ഇനി എന്ത് സാധനമാണെങ്കിലും അതിന്റെ സൈസ് വലുതാണെങ്കിൽ ലീക്ക് സംഭവിക്കും. മണൽ വലുതായ ലീക്ക് സംഭവിക്കും, കനിച്ചിലുണ്ടാവും. അതേപോലെ ഈ മണലിന് ചെളി ഉണ്ടെങ്കിൽ, നമ്മള് പുഴയിൽ നിന്നൊക്കെ വാരുന്ന മണലുണ്ടല്ലോ, ആ മണലിനകത്തുനിന്ന് ചെളി ഏറെ ഉണ്ടെങ്കിൽ ഇതേപോലെ ലീക്ക് സംഭവിക്കും, കനിച്ചിലുണ്ടാവും. പിന്നെ ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് കേസ് ഒന്നുണ്ട്. അതുപോലെ മണലിന് തരി കുറവാണെങ്കിൽ ഇതൊക്കെ ഏറ്റവും കൂടുതൽ, ഇതൊക്കെ എല്ലാം തുല്യ ഇമ്പോർട്ടൻസ് ആണ് അതിനകത്ത്. എല്ലാത്തിനും ഒരേപോലത്തെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും തുല്യ ഇമ്പോർട്ടൻസ് ആണ്. ഒന്നിനേക്കാൾ ഗുണം എന്ന് പറയാനില്ല. നമ്മളെ കൈന്റെ വിരലിന് അല്ലെങ്കിൽ കാലിന്റെ വിരലിന്, ഇനി കൈന്റെ വിരലിന് എന്ത് സാധനം ചെറിയതായിട്ട് നമുക്ക് തോന്നുന്നതിനൊക്കെ എല്ലാത്തിനും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അതിന്റെ കോൺക്രീറ്റിനകത്ത് വരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിന്റെയും ഇമ്പോർട്ടൻസ്. അതേപോലെയാണ് വേറെ സാധനം മിറ്റിൽ കുറയ്ക്കുക. മിറ്റിൽ കുറച്ചാല് ഇതേപോലെ കനിച്ചിലുണ്ടാവും. 5 വർഷം കഴിയുമ്പോൾ 4 വർഷം കഴിയുമ്പോൾ കനിച്ചിൽ ലീക്ക് വരുന്ന ഒരു പ്രധാന കാരണം മിറ്റിൽ കുറക്കലാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ചെയ്യണ കാരണം വെച്ചാല് പറയുന്നവനോട് പലക വിളിക്കുമ്പോൾ നല്ല വൃത്തി വേണട്ടോ, ആയിക്കോട്ടെ, നല്ല വൃത്തി ഉണ്ടാവും. ഇവരെന്താകും, മിറ്റിൽ നമ്മൾ പറക്കും. എന്നിട്ട് കമ്പി കുത്തുന്ന 2 കുത്തും, വെറുതെ കുത്തും. അതേപോലെ ഇപ്പൊ ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ എന്ത് ചെയ്യുക, നല്ല വൈബ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഫ്ലാറ്റ് റൂഫ് എന്ത് ചെയ്യുക, വൈബ്രേറ്റർ ഉപയോഗിക്കുക. ഒരു ലീക്കും വരില്ല, ഒരു കനിച്ചിലും വരില്ല. വൈബ്രേറ്റർ ഇടാൻ അറിയുകയും വേണം. ഇടുന്ന ആള് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും, ഈ വൈബ്രേറ്റർ കൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷം വരും. ഇടുന്നത് ശ്രദ്ധിക്കാനുള്ള ഒരു അറിവുള്ള ഒരു എഞ്ചിനീയറെങ്കിലും നിങ്ങൾ അവിടെ സൈറ്റിലാക്കണം. കാരണം നിങ്ങൾക്കിപ്പോ സാധാരണ ഒരു കസ്റ്റമർക്ക് വൈബ്രേറ്റർ എങ്ങനെ ഉപയോഗിക്കണം അറിയില്ല. അപ്പോൾ അത് അറിയണ ഒരു ആളെങ്കിലും അവിടെ സൈറ്റിൽ ആക്കണം. ഇത്രയും വിഷയങ്ങൾ ശ്രദ്ധിച്ചാല് നിങ്ങൾക്ക് റൂഫിന്, കോൺക്രീറ്റിന് ലീക്ക് ഇല്ലാതിരിക്കും. എന്നുണർത്തി ഞാൻ മയക്കൂടുന്നു. കൂടുതൽ വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് വീണ്ടും നമുക്ക് ആകാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാർ, എന്റെ ചോദ്യം, ഈ കുട്ടനാട് പ്രദേശത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഈ ഇളകിയ മണ്ണാണ്. ഈ ഫൗണ്ടേഷനൊക്കെ കേൾക്കാവോ സാറേ? കേൾക്കാവോ? ഓക്കെ സാറേ, കുട്ടനാടൻ പ്രദേശത്താണ്. എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടാണ് താമസിക്കുന്നത്. കുട്ടനാട്. ഓക്കെ. അപ്പൊ അവിടൊക്കെ ഇളകിയ മണ്ണാണ്. അപ്പോൾ അവിടെ ഈ ഫൗണ്ടേഷൻ കെട്ടുന്നത് ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് പറഞ്ഞുതരോ? പില്ലറി താക്കണോ അതോ കല്ലുകൾ ഇങ്ങനെ പാകിയിട്ട് അവിടെ ഫൗണ്ടേഷൻ കെട്ടണോ? ഏതാ ഏറ്റവും നല്ല മാർഗം എന്ന് സാറൊന്ന് പറഞ്ഞുതരാം. ഓക്കെ സാർ, മയക്ക് വിടുന്നു. അൽഹംദുലില്ലാഹ്. അപ്പൊ എന്റെ സുഹൃത്തിനോട് ഒരിക്കൽ കൂടി മയക്കെടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭ്യർത്ഥന. കാരണം
ആ സ്ഥലത്തിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കാര്യം നമ്മൾക്ക് കിട്ടാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ഒരു സജഷൻ നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ മണ്ണിലേക്ക് ഒരു കമ്പടിച്ചേറ്റാൽ എങ്ങനെ താഴുക? ഇനി കമ്പടിച്ചേറ്റിയാൽ താഴൂലേ? ഇനി അത് ചുറ്റി വെച്ചടിച്ചാത്തണോ, അത് ജസ്റ്റ് മെല്ലെ പ്രസ് ചെയ്താൽ താഴുമോ എന്നൊക്കെ അത് ജസ്റ്റ് നമ്മുടെ ആ ചോദ്യമാണ്. കാരണം 2 നില വീട് ഉണ്ടാക്കാൻ എന്തും വേണ്ട, സോയിൽ ടെസ്റ്റ് നടത്തുന്ന ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ആ സോയിലിനെ കുറിച്ച് ജസ്റ്റ് അതിനൊരു അവബോധം എനിക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ അതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ നിർത്തുന്നത് എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യാതെ ഇത് കറക്റ്റാണല്ലേ, 2 മിനിറ്റ് നേരത്തെയാണ് അല്ലേ? അല്ല, വരവിന് മാത്രമേ നേരം വൈകുള്ളൂ അല്ലേ? കറക്റ്റ് അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിനോട് ഒന്നുകൂടെ മൈക്ക് വെക്കണമെന്ന് ഉണർത്തുന്നു. മൈക്ക് കൊടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ സാറാ, ചുറ്റേക്ക് അടിച്ചു കഴിഞ്ഞാൽ താഴ്ന്ന രീതിയിലുള്ള ആ സൈസ് മീഡിയം പരുവത്തിലെ മണ്ണാണ്. ചുറ്റേക്ക് നമ്മൾ കമ്പൗണ്ട് അടിച്ചാൽ താഴോട്ട് താഴും, ആ രീതിയിലുള്ള മണ്ണാണ്. അല്ലാതെ അമർത്തിയാൽ കൈകൊണ്ട് പ്രസ് ചെയ്താൽ അങ്ങനെ താഴുന്ന മണ്ണല്ല. ശരിക്കും നമ്മൾ ചുറ്റേക്ക് തന്നെ അടിക്കണം, ചുറ്റേക്ക് അടിച്ചാലേ താഴത്തുള്ളൂ. ആ സൈസ് ആ രീതിയിലുള്ള മണ്ണാണ്. ഓക്കെ സാർ, മാറ്റി വിടും. അപ്പോ അത്തരത്തിലുള്ള മണ്ണാണെങ്കിൽ അത് വയലല്ല, അപ്പൊ കരഭാഗമാണ്. അതുകൊണ്ടാണ് വിണ്ട് കീറുന്നില്ല എങ്കിൽ, അതായത് ഭൂമി വിണ്ട് കീറുന്നൊരു സ്വഭാവം അത്തരം പ്രദേശങ്ങളിൽ കാണാറുണ്ട്. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു 3 അടി വീതിയിൽ ഫൗണ്ടേഷൻ കീറാം. ശ്രദ്ധിക്കേണ്ട സംഭവം, ഈ ഫൗണ്ടേഷൻ കീറാൻ ഞാൻ 3 അടി വീതി പറഞ്ഞു എങ്കിൽ തന്നെയും റൂമിന്റെ വീതി 3.5 മീറ്ററിൽ കൂടാൻ പാടില്ല. 3.5 മീറ്ററിൽ കൂടാൻ പാടില്ല. ആ ഒരു സംഭവം പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അതിൽ കൂടി വീതി വെച്ചാൽ, നീളമല്ല വീതി വെച്ച് കഴിഞ്ഞാൽ ഓരോ വാളിലും വരുന്ന ലോഡിന് മാറ്റം വരും. അപ്പൊ ഈ ലോഡിന് മാറ്റം വരുമ്പോൾ അത് താങ്ങാനുള്ള ശേഷി ആ ഭൂമിക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 3 അടി വീതിയിൽ കൂടുതൽ റൂമിന്റെ സ്പേസ് കൂട്ടാൻ പാടില്ല. നിങ്ങൾ എനിക്ക് എത്ര വേണമെങ്കിൽ കൂട്ടാൻ പ്രശ്നമല്ല. അത് മാത്രമല്ല, അത്തരം ചെയ്യുമ്പോൾ ഇതിന്റെ കമ്പി കെട്ടുന്ന സമയത്ത് ഒന്നിച്ച് കമ്പി കെട്ടാൻ പാടില്ല. അതായത് ചില പണിക്കാര് വീടിന്റെ നീളവും 10 മീറ്റർ വീതിയും 12 മീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, കമ്പിയുടെ ലെങ്ത് 12 മീറ്റർ ഉണ്ടാവുക, കമ്പി 12 മീറ്റർ ലെങ്ത്തിലാണ് ഉണ്ടാവുക. അവരെന്താവും, 4 ഭാഗം കട്ട് ചെയ്യാതെ നേരെ സെന്റർ ഭാഗം നോർത്തി ബെൻഡടിച്ചിട്ട് നേരെ മേൽ കയറ്റി അങ്ങ് കെട്ടിടും. അപ്പൊ അങ്ങനെ നിങ്ങൾ കെട്ടാൻ പാടില്ല. ഓരോ റൂമിനും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കമ്പി കെട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും അടിഭാഗത്ത് ഒരു 3 അടി വീതിയിൽ 2 അടി താഴ്ചയിൽ ഫൗണ്ടേഷൻ ഇടുകയും അതിന്റെ മേലേക്ക് അത് ഒറ്റടിയിൽ ഇട്ടാൽ മതി. ശരിക്ക് 1 അടി ഹൈറ്റിൽ ഇട്ടാൽ മതി. ഈ 3 അടി വീതിയുള്ളത് അതിന് തൊട്ട് മേലേക്ക് ഒരു 2.5 അടി വീതിയാക്കി ചുരുക്കുക, അതിന്റെ മുകളിലേക്ക് 2 അടി ചുരുക്കുക. അപ്പൊ അങ്ങനെ ചെയ്താല് ഈ 3 സ്റ്റെപ്പ്ഡ് ഫൗണ്ടേഷൻ ആണെന്ന് പറയാം. അതിന്റെ പേര് സ്റ്റെപ്പ്ഡ് ഫൗണ്ടേഷൻ ആണ്. അങ്ങനെ സ്റ്റെപ്പ്ഡ് ഫൗണ്ടേഷൻ ചെയ്താല് നിങ്ങൾക്ക് അതിന്റെ മുകളിൽ 2 നില വാർക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. ഇനി എന്നിട്ടും നിങ്ങൾക്ക് പേടി മാറണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ അറിയോ? പേടി മാറുന്നില്ല. എന്നിട്ടും നിങ്ങൾക്ക് പേടി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ വീടിന്റെ 4 മൂലക്കും 60 സെന്റിമീറ്റർ പുറത്തേക്ക് പ്ലസ് ആകൃതിയിൽ ഫൗണ്ടേഷൻ എടുക്കുക. എന്നിട്ട് ബെൽറ്റ് ഇടുമ്പോൾ ആ കൂടുതൽ അങ്ങനെ ആ രൂപത്തിലാക്കി ഫൗണ്ടേഷൻ ഇടുക. ഒരു പ്ലസ് പോലെ എടുക്കും. അപ്പോ ഇന്നത്തെ പുതിയ വീടിന്റെ കാണൂടെ ചെറിയൊരു ഫില്ലർ 4 ഭാഗത്തും കാണുന്നു. ആ രൂപത്തിൽ ഫില്ലറൊക്കെ ആക്കിയിട്ട് കാണാൻ നല്ല രസികളുള്ള വീടായിരിക്കും. പ്ലസ് കൊണ്ട് വെച്ചിട്ട് രസമൊന്നും കുറവില്ല. അപ്പൊ തറയിൽ അങ്ങനെ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പോകാം. ആ ചുമര് നേരെ മേലെ പൊന്തിക്കുക. അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് രൂപത്തിൽ കോൺക്രീറ്റ് ചെയ്യുക. അത് ഭൂകമ്പത്തിനെ വരെ ചെറുക്കാൻ ശക്തിയുള്ള സാധനങ്ങളാണ്. 2 നില വീടിനാട്ടോ ഈ പറഞ്ഞൊക്കെ. എത്ര ഉറപ്പ് കുറഞ്ഞ മണ്ണാണെങ്കിലും ഈ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്താൽ, ഇനി പാടായിക്കോട്ടെ, പാടാണെങ്കിലും ഇനി അതുപോലെ ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ രൂപത്തിൽ ചെയ്താൽ ആ ബിൽഡിങ്ങിന് ആവശ്യമായ 100% ഉറപ്പ് ഉണ്ടാകും എന്നുണർത്തുന്നു. ഞാൻ മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ ചോദിച്ചതിന്റെ നമ്മുടെ ക്ലാസ് റൂമിലുള്ള ഒരു ഫാമിലി അവര്
മൈക്കിൽ വരാൻ അവസരമില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ സാറിനോട് ചോദിക്കാൻ വേണ്ടി എനിക്കൊരു ചോദ്യം അയച്ചു തന്നിട്ടുണ്ട്. എന്താ അറിയോ, അവരുടെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഉള്ളിലെ മെയിൻ ചുമര് ഒറ്റ ഇഷ്ടികക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഒറ്റ ഇഷ്ടിക എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടികന്റെ വീതി ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. കോൺട്രാക്ടർമാരോട് ചോദിച്ചപ്പോ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് അവര് പറഞ്ഞു. ചില ആളുകള് എന്തെങ്കിലും പണിയെടുക്കുമ്പോ അതിൽ അബദ്ധം വന്നാൽ അതുകൊണ്ട് അതൊക്കെ യാതൊരു കുഴപ്പമില്ല എന്ന് സാധാരണ പറയാറുണ്ട്. ഇത് അങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ കുഴപ്പമില്ലാന്ന്, അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ ഉള്ളിലെ ചുമര് ഒരു ഇഷ്ടികക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. രണ്ട് ഉഷാറിലാണ് അതിന്റെ ഫൗണ്ടേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് ഫ്ലോർ എടുക്കാൻ പറ്റുമോ, അതെല്ലാം ഫസ്റ്റ് ഫ്ലോറിനെ മാറ്റി തരുമോ എന്നൊക്കെ നമ്മളെ സാറൊന്ന് വിശദീകരിച്ചാലും. അവർ നമ്മളെ ക്ലാസ് റൂമിൽ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മൈക്കോട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അപ്പോ എന്താ സംഭവം എന്നറിയോ വെച്ചാല്, അത് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് ദോഷമില്ല. നമ്മളൊക്കെ ഇടയ്ക്ക് എന്തായാലും ചില ഒരു വീടിന്റെ ബാത്റൂമിന്റെ ചുമരായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞാൻ ഊഹിക്കുന്നു. ബാത്റൂമിന്റെ ചുമരുകള് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോഡ് മാറ്റിയിട്ടാണ് അതിന് കമ്പി കെട്ടുക. അത് കമ്പി കെട്ടുന്ന സമയത്ത് തന്നെ ലോഡ് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. മെയിൻ ഭിത്തിയാണോ? മെയിൻ ഭിത്തിയാണെങ്കിൽ അങ്ങനെ സാധാരണ ചെയ്യാതിരിക്കലാണ് നല്ലത്. മെയിൻ ഭിത്തിയാണെങ്കിൽ ചെയ്യാതിരിക്കാനാണ്. കാരണം സെന്ററിലുള്ള ഭിത്തികളൊക്കെ ആണെങ്കിൽ ചില ഭാഗമൊക്കെ ചെയ്യാൻ കഴിയും. ചെയ്യാൻ കഴിയുന്നതിന് അതിനൊരു പ്രത്യേക രൂപത്തിൽ അവിടെ എങ്ങനെ ലോഡ് വരുന്നത് കാൽക്കുലേഷൻ ചെയ്യുന്നുള്ള അത് കാണാതെ നമുക്ക് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ പ്ലാനുകൾ നമുക്ക് മനസ്സിലാക്കാതെ ആ ലോഡ് എങ്ങനെയാണ് കൊടുത്തിരിക്കണമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ കാരണം ചിലത് അങ്ങനെ ചെയ്യാം, ഡിസൈനൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റും. അങ്ങനെ ഹോളോബോക്സ് കൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇത് 2 ഭിത്തി കല്ല് തന്നെ വേണം എന്നും ഇല്ല. മനസ്സിലാക്കണം. അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ 4 ഇഞ്ചിന്റെ ഇഷ്ടിക ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക, മണ്ണിഷ്ടിക അല്ലേ? വയറിംഗ് ഒക്കെ ചെയ്യാം. 6 ബീം ഇട്ടിട്ടുണ്ട്. അല്ലാഹ് പ്രശ്നം. അപ്പൊ ഏതായാലും എനിക്ക് അതിന്റെ ആ ഒരു രൂപം, നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ രൂപത്തെക്കുറിച്ച് ഒരു ധാരണ ഇപ്പോ 6 ബീം ഇട്ടു എന്നൊക്കെ പറയുന്നു. പക്ഷെ അതിങ്ങനെ ഒരു മെയിൻ ബീമില് 6 ബീം 4 ഇഞ്ചിന്റെ ചുമരിലിട്ടു എന്നൊക്കെ പറയാൻ എനിക്കറിയില്ല അതിന്റെ സംഭവം എന്താ ചെയ്തേക്കണം എന്നുള്ളത്. എന്താ നിങ്ങൾക്ക് അതിനൊരു നിങ്ങൾക്കൊരു നിർദ്ദേശം തരണ്ടേ? അതിന് പറ്റിയാൽ നല്ലതാണെന്നും ഇനി അത് മോശമാണെന്നും പറയാൻ നമുക്കില്ല. അതിന്റെ രൂപം ഒരു രൂപം മനസ്സിലാകുന്നില്ല. ഇനി അങ്ങനെയൊക്കെ ചെയ്തു നിങ്ങൾക്ക് കുറവുണ്ട് എന്നൊരു സംശയം ഉണ്ട് എങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഐഡിയ പറഞ്ഞുതരാൻ വേണമെങ്കിൽ അത് പറയട്ടെ. നിങ്ങൾക്കിപ്പോ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചുമര് ചെയ്തു 4 ഇഞ്ചിൽ കെട്ടി, അപ്പൊ അതിന് വളരെ ഉറപ്പില്ല എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ 6 ബീം വരുന്നുണ്ടെങ്കിൽ ആ ബീമിന്റെ ചുവട്ടിൽ 2 ഭാഗത്തുമായിട്ട് ഒരു 30 സെന്റിമീറ്റർ ഫില്ലർ വെച്ച് കെട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കും, ആ ഫില്ലറിലേക്ക് ഈ ലോഡ് എടുക്കാൻ കഴിയും. ഒന്ന്. രണ്ടാമത്, ഈ ബീം ഇല്ലാതെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിലും ഈ ഫില്ലർ കൊണ്ടുപോയിട്ട് നേരെ സ്ലാബിൽ മുട്ടിക്കുക. സ്ലാബിൽ മുട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, നേരെ കൊണ്ടുവച്ച് മുട്ടിക്കാൻ പാടില്ല. മുട്ടിക്കുന്നതിന് ഏകദേശം ഒരു 2 കട്ടയെങ്കിലും അല്ലെങ്കിൽ 1 കട്ടയെങ്കിലും താഴ്ത്ത് വെച്ച് നിർത്തണം. നിർത്തി അതിന് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയോടെ ശരിക്കും സെറ്റ് ആവണം. 2 ആഴ്ചയോടെ നിന്നിട്ട് ആ ഫില്ലർ സെറ്റ് ആവണം. സെറ്റ് ആയതിനു ശേഷമേ ഏറ്റവും മുകളിലത്തെ കല്ല് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഏറ്റവും മുകളിലത്തെ കല്ലും വെക്കുക, അതിന്റെ മുകളിലേക്ക് കരിങ്കല്ല് കൊണ്ട് അടിച്ച് ടൈറ്റ് ചെയ്യണം. അപ്പോ അടിയിൽ ആദ്യം സെറ്റായി പോകണം. അടി സെറ്റായിട്ടില്ല എന്ന് സംഭവിക്കുന്ന അറിയോ, ഈ ഫില്ലർ ചുമരെടുക്കൂല, ലോഡ് എടുക്കൂല, ഇത് വെറുതെ അവിടെ നിൽക്കുകയുണ്ടാവുള്ളൂ. അപ്പോ മറ്റേ ഇതിന് സ്ട്രെങ്ത് കുറയുന്ന സമയത്ത് ഇതിലേക്ക് വന്ന് ഇരിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിൽ ആകാൻ പാടില്ല. ഈ പറഞ്ഞ പോലെ ഫില്ലർ വെച്ച് ഏറ്റവും മേലെ വരെ കൊണ്ടുപോയി കൊണ്ടുപോയതിനു ശേഷം 1 വരി കല്ല് ഒഴിവാക്കി നിർത്തുക.
എന്നിട്ട് സെറ്റാകാൻ വേണ്ടി 2 ആഴ്ച സമയം കൊടുത്തതിന് ശേഷം പിന്നീട് അതിനെ സ്ലാബുമായിട്ട് കൂട്ടി ടൈറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഉറപ്പ് കുറവുള്ള പ്രശ്നങ്ങൾ അവസാനിക്കും. അത് 20 കിട്ടിയാലും മതി. എനിക്ക് ഇതിന്റെ സ്പാനിംഗ് ഒന്നും അറിയില്ല, അവരെന്റെ സ്പാനിനെ കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്, സജഷൻ വെച്ചത് എന്ന് നമ്മുടെ സ്നേഹമുള്ള സുഹൃത്തിനെ ഉണർത്തുന്നു. ഞാൻ മയക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാറേ, എന്റെ ചോദ്യമേ, ഒരു മോഡുലാർ കിച്ചണെ കുറിച്ചൊന്ന് സാറ് നല്ലതായിട്ടൊന്ന് വിശദീകരിച്ചു തരണം. മോഡുലാർ കിച്ചണെ കുറിച്ച് നല്ലൊരു വിശദീകരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. നമ്മളെ സുഹൃത്തിന്റെ ചോദ്യം സംഭവം സിമ്പിളാണ്. മോഡുലാർ കിച്ചൺ എന്താണെന്ന് വിശദീകരിക്കണം. അപ്പോ ഇത് സംഭവം പറഞ്ഞ പോലെ കേരള ഭരണം എങ്ങനെ വിശദീകരിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ സംഭവം. സത്യമായിട്ടാണ് വലിയ അപ്പൊ ചോദിക്കുന്ന ഗുഡാണോ ബാഡാണോ എന്ന്. എന്നിടയ്ക്ക് വേറെ ആൾ എന്നെ വിളിക്കുന്നുണ്ട്. അതെന്തിനാ ചോദിച്ചാ? ഹലോ, ഞാൻ വിളിക്കാം. ഞാൻ ക്ലാസ്സിലാണ് പോയിട്ട്. അപ്പോ അത് ഒരു വലിയ വിശദീകരണം വേണ്ട ഒരു സംഭവമാണ്. ഏതായാലും മോഡുലാർ കിച്ചൺ എന്താണെന്ന് അറിയാത്ത ആളുകൾക്കാണ് മോഡുലാർ കിച്ചൺ എന്താണെന്ന് പറയാൻ പോകുന്നത്. അതായത് ഉണ്ടാക്കി വെച്ച കിച്ചൺ സെറ്റിംഗ്, കിച്ചണിൽ വേണ്ട കബോർഡ്, മറ്റ് സാധനങ്ങളൊക്കെ, സൗകര്യങ്ങളൊക്കെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, അത് ഇന്നതുപോലെ മോഡൽ കണ്ടിട്ട് അതിന് ഓർഡർ കൊടുത്തിട്ട് ആ രൂപം നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ച് സെറ്റ് ചെയ്യുക. ആ സെറ്റ് ചെയ്യുന്ന മോഡുലാർ കിച്ചൺ എന്ന് പറഞ്ഞ സംഭവം പല സ്ഥലങ്ങളിൽ കാണാം. മോഡുലാർ കിച്ചൺ അങ്ങനെ പല കമ്പനിക്കാരും പല രൂപത്തിലും ചെയ്യുന്നുണ്ട്. നമ്മളത് കമ്പനി നല്ലതാണ്, മറ്റത് കമ്പനി നല്ലതാണ് എന്ന് പറയുന്ന അങ്ങനെ സംഭവം റെഡിമെയ്ഡ് ആയിട്ട് ഈ സാധനം ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്ന സംഭവമാണ് മോഡുലാർ കിച്ചൺ. അപ്പോ ഈ കിച്ചണിനകത്ത് പല കമ്പനിയും പല രീതിയിലാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. അത് പല രൂപത്തിലുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുക പല കമ്പനിക്കാർ. ഇനി ഇതല്ല, നമ്മൾ ഇന്ന മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽസ് തന്നെ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട്. മറ്റു ചില കമ്പനിയുടെ ഗുഡ് വില്ലും അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർക്ക് അവരുടേതായ സാധനം ഉണ്ടാവും, മോഡൽ ഉണ്ടാവും, അതിന് റൈറ്റ് ഉണ്ടാവും, അവരുടെ രീതികൾ ഉണ്ടാവും, അതിനനുസരിച്ച് അവരുടേതായ സ്പെഷ്യൽ ഹിഞ്ചസ് സ്പെഷ്യൽ ഹിഞ്ചസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കും അത് ചെയ്യുക. അതിന് അവരുടേതായ സ്പെഷ്യൽ റൈറ്റ് ഉണ്ടാവും. അവരുടെ സിസ്റ്റംസ് ഒക്കെ വേറെ ആയിരിക്കും കമ്പനികൾ വരുമ്പോൾ. ഈ നമ്മുടെ നാട്ടിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഡിസൈൻ കൊടുത്താൽ അവർ ഡിസൈൻ പോലെ ഉണ്ടാക്കും. അപ്പൊ അത്രയൊക്കെ തൽക്കാലം വിശദീകരിച്ചാലും മതിയാവില്ലേ. ബാക്കിയുള്ള വിശദീകരണം നമുക്ക് അത് വേണമെങ്കിൽ മോഡൽ കിച്ചൺ ഒരു ശരിക്കൊരു എന്താ പറയാ, ശരിക്കും ഒരു ടോപ്പിക് തന്നെ വെച്ചിട്ട് ഒരു 1.25 മണിക്കൂറെങ്കിലും ക്ലാസ് എടുത്തെങ്കിൽ എന്താവുള്ളൂ, ആ ഒരു സംഭവം അതിന്റെ പൂർണ്ണമാകുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് എന്താക്കാം, അതിനെക്കുറിച്ച് നമ്മുടെ ഈ ക്ലാസിന്റെ കൂടെ നമുക്കൊരു മോഡുലാർ കിച്ചൺ എന്നുള്ള ഒരു നോട്ട് ഞാൻ എഴുതില്ല. അപ്പൊ ആ നോട്ട് വെച്ചിട്ട് നമുക്ക് നാളെ അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു മോഡുലാർ കിച്ചനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിശദീകരിക്കാം. ആയിരിക്കും. കാരണം ഇപ്പൊ വൈകുന്നേരമായില്ലേ, കുറച്ച് നേരമായി. നെക്സ്റ്റ് ഡേ ടോപ്പിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ടോപ്പിക്കിന് കൂടെ ഫസ്റ്റ് ടോപ്പിക്കിന്റെ ഭാഗം KBR ആണ്. KBRന്റെ ഒരു നല്ലൊരു ഭാഗം നമുക്ക് സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ ഈ ഒരു മോഡുലാർ കിച്ചൺ ഇട്ടിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ വിഷയങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ അപ്പോഴേ ശരിക്കും മനസ്സിലാവുള്ളൂ എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ ഞാനീ പറഞ്ഞ അതെന്താണെന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് നോക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ ബാക്കിയാണ് ചോദിക്കാൻ വിചാരിക്കുന്നത്. നേരത്തെ വാർപ്പ് ചോരാനുള്ള കാരണങ്ങൾ ചോദിച്ചപ്പോ നമ്മുടെ സാറ് കുറെ കാരണങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു കാരണമാണ് നമുക്ക് ഇതെടുത്താൽ മതി. ഇത് ഒരു കാരണങ്ങളുണ്ട് അതിന്റെ പിന്നിൽ, അല്ലേ? അസ്ബാബുൻ സത്ത, ധാരാളം കാരണങ്ങൾ. അത് മുഴുവനും ശ്രദ്ധിച്ചാൽ മാത്രമേ ഇനി വാർപ്പ് ചോരാതിരിക്കുള്ളൂ എന്ന് മനസ്സിലായി. ഓക്കെ, ഏതായാലും ഇനിയിപ്പോ ചോരണ വാർപ്പ് കാട്ടണല്ലോ.
അതിനെക്കുറിച്ചാണ് അടുത്ത ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ ഇങ്ങനെ ചോർച്ചയുള്ള സമയത്ത് ചില ആളുകൾ എന്താണ് മറ്റേ ലീക്കെന്നോ ലോക്ക് ലീക്ക് പറഞ്ഞിട്ട് എന്തോ ഒരു മരുന്ന് ഇതിനെ മേടിച്ചു കൊടുങ്ങാണ്ട് വാർത്തകൾ അടിക്കുന്നത് കാണാം. അതുകൊണ്ട് ചോർച്ച നിൽക്കുമോ? അതല്ലെങ്കിൽ മേലെ ഇനി രണ്ടാമത്തെ നില ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ എങ്ങനെയാണ് കെട്ടേണ്ടത്? ചോർച്ച നിൽക്കാൻ വേണ്ടി മാത്രം കേട്ടോ, എക്സ്പെൻസീവ് അല്ലാതെ ചുരുങ്ങിയ ചെലവിൽ വളരെ ചുരുങ്ങിയ ലളിതമായ ശൈലിയിൽ മേലോട്ട് രണ്ടാമത്തെ നില ഒന്ന് പണിത് തീർക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിന് ഏറ്റവും ലളിതമായ ശൈലിയും ലളിതമായ രീതി എങ്ങനെയാണ് ഒന്ന് സാർ വിവരിക്കുകയാണെങ്കിൽ കുറെ ആളുകൾക്ക് ഉപകരിക്കും. കാരണം ഉപ്പിന്റെ ചോർന്നൊലിക്കുകയാണ്, ഇങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് ചോർച്ച. ഇനി അത് തടുക്കാൻ പല മാർഗമുള്ളൂ. അപ്പൊ ഏറ്റവും ലളിതമായ രീതിയിൽ ഇവിടെ മറ്റേ ഹോളോ ബർപ്പ് മേലെ ചെരിച്ചു വാർത്ത് അതിന്റെ മുകളിൽ ഓട് ഒട്ടിക്കുന്ന എക്സ്പെൻസീവായ ഒരു രീതിയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഈ ഒരു ചോദ്യത്തിന് എന്ത് വേണം? അതിന് കാരണങ്ങളും പറയണം. എന്തുകൊണ്ട് നമ്മൾ നേരത്തെ ചോർച്ച ഉണ്ടായി, അതിനുശേഷം അത് മാറ്റാനുള്ള മാർഗം എങ്ങനെ എന്ന് പറയുമ്പോഴാണ് അതിന്റെ ആ മാർഗവും അതിനുള്ള സംഭവം ശരിയാവുള്ളൂ. മാത്രമല്ല, ഇപ്പൊ എന്തായിട്ടുണ്ട്, നമ്മുടെ നാട്ടില് മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്തു. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ചോദ്യവും വലിയ ഉത്തരവുമാകുമ്പോഴേ അത് ശരിയാവണം. ആ ചോദ്യത്തിന് നമ്മൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് അതിന്റെ ആൻസർ പറയണം. കാരണം അങ്ങനെ വരുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പൊ ഉസ്താദ് പറയുകയാണെങ്കിൽ മുള്ളയും ഓലയും ഉപയോഗിച്ചിട്ട് നമുക്ക് കെട്ടിയിട്ട് ശരിയാക്കാമെന്നാണ് പറഞ്ഞത്. ഏതുമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന് ബാക്കിയെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് ഓർത്തുന്നു. ഇപ്പൊ എല്ലാവരും, എനിക്കും എന്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് നിർത്തി ഞാൻ മൈക്കൂടാണ്. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല നമ്മൾ ചെയ്തതും പ്രവർത്തനങ്ങൾ സ്വാലിഹായ അമലായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.